Good evening. Good evening, Makale. Good evening. Arati, Atira, Nandana, Vismaya, Pradeep, Lakshman, Swati Krishna, Jishna, Smriti Laya, Arjun Krishna, Gauri Shivakumar, Varsha. Very good evening and a hearty welcome to another chemistry class. നമുക്ക് തുടങ്ങിയാലോ? അർജു, ഗുഡ് ഈവനിങ്. റെഡിയാണോ? തുടങ്ങാം. നമ്മൾ ഇന്നലെ തെർമോഡൈനമിക്സ് എന്ന ചാപ്റ്റർ തുടങ്ങി. കുറേ ടെർമിനോളജീസും മറ്റും എല്ലാം നമ്മൾ പഠിച്ചു. തുടർന്നുള്ള ടോപ്പിക്കിലേക്കാണ് പോവേണ്ടത്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് വൺ ക്വസ്റ്റ്യൻ. അതിനു മുൻപ് നമ്മൾ ഇതുവരെ പഠിച്ച ഭാഗങ്ങൾ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. എക്സോതെർമിക് റിയാക്ഷൻസ്, എൻഡോതെർമിക് റിയാക്ഷൻസ് അല്ലേ? പിന്നെന്താ പറഞ്ഞത്? സ്റ്റേറ്റ് എന്താണെന്ന് പറഞ്ഞു, പാരാമീറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞു, എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസ്, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ്, മൈക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ്, മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ്, ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തു. സ്റ്റേറ്റ് എന്താണെന്ന് പറഞ്ഞു. സ്റ്റേറ്റ് വേരിയബിൾസ് അഥവാ പാത്ത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എന്താണെന്ന് പറഞ്ഞു. പാത്ത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ്, ഹീറ്റ് ട്രാൻസ്ഫേർഡ്, വർക്ക് ഡൺ, അതിനെക്കുറിച്ച് പറഞ്ഞു. അവരുടെ സൈൻ കൺവെൻഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? പിന്നെ വേരിയസ് തെർമോഡൈനമിക് പ്രോപ്പർട്ടീസ്, സിസ്റ്റം, എക്സാക്ട്ലി സിസ്റ്റം എന്താണ്, സറൗണ്ടിങ്സ് എന്താണ്, സിസ്റ്റം ബൗണ്ടറി എന്ന് വെച്ചാൽ എന്താണ്, യൂണിവേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം, അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു. ടൈപ്സ് ഓഫ് തെർമോഡൈനമിക് പ്രോസസ്സുകളെ കുറിച്ച് പറഞ്ഞു. ഐസോതെർമൽ പ്രോസസ്, അഡിയബാറ്റിക് പ്രോസസ്, ഐസോബാറിക് പ്രോസസ്, ഐസോകോറിക് പ്രോസസ്, ഇതൊക്കെ ചർച്ച ചെയ്തു. ആ പ്രോസസ്സുകൾ കൂടുതൽ ചർച്ച ചെയ്യാൻ ഉണ്ട്. കൃഷ്ണകുമാർ, വിജുഷ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. നമുക്ക് ഒരു ചോദ്യം ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഒരു ചോദ്യം. One mole of an ideal gas follow the reactions as shown. പ്രഷർ വോള്യൂം ഡയഗ്രാമാണ്. പ്രഷർ വൈ ആക്സിസിലും വോള്യൂം എക്സ് ആക്സിസിലും. 1 mole of an ideal gas, it is at a state 1. ഇപ്പോൾ അത് നിൽക്കുന്ന അവസ്ഥ സ്റ്റേറ്റ് 1. അവിടെ നിന്നും അത് സ്റ്റേറ്റ് 2ലേക്ക് പോകുന്നു. അവിടെ നിന്നും അത് സ്റ്റേറ്റ് 3ലേക്ക് പോകുന്നു. അവിടെ നിന്നും അത് സ്റ്റേറ്റ് 4ലേക്ക് വരുന്നു. അവിടെ നിന്നും 1ലേക്ക് വരുന്നു. റിപ്പീറ്റ് ചെയ്യുന്നു. ഇതാണ് റിയാക്ഷൻ. സ്വാലിഹ, ഗുഡ് ഈവനിങ്. അപ്പോൾ ഒരു സിസ്റ്റം സ്റ്റേറ്റ് 1ൽ നിന്ന് 2ലേക്ക് പോകുന്നു, 2ൽ നിന്ന് 3ലേക്ക് വരുന്നു, 3ൽ നിന്ന് 4ലേക്ക് പോകുന്നു, 4ൽ നിന്ന് 1ലേക്ക് വരുന്നു, അത് റിപ്പീറ്റ് ചെയ്യുന്നു. ഇത്തരം പ്രോസസ്സിന് പറയുന്ന പേര് സൈക്ലിക് പ്രോസസ് എന്ന് പറയും. ദിസ് ഈസ് കോൾഡ്
cyclic process. Cyclic process, a system proceeding through a series of changes and finally coming back to the original state and then repeat. 1 2 3 4 1 2 3 4 4 ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. 3 വന്നാൽ സൈക്ലിക് ആവാം. 1 2 3 1 2 3 അങ്ങനെ സൈക്ലിക് ആയിട്ട് വരാം. 4 ആവാം, 5 ആവാം, 6 ആവാം. എന്തായാലും തുടങ്ങിയിടത്ത് തന്നെ തിരിച്ചെത്തുക, പിന്നെ അത് റിപ്പീറ്റ് ചെയ്യും. ഇത്തരം പ്രോസസ്സിന് തെർമോഡൈനമിക്കിൽ പറയുന്ന പേരാണ് സൈക്ലിക് പ്രോസസ് എന്ന് പറയും. സൈക്ലിക് പ്രോസസ്. ഇപ്പം നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത് സൈക്ലിക് പ്രോസസ്സാണ്. നമ്മുടെ ചോദ്യം 1 to 2, 2 to 3, 3 to 4, 4 to 1 ഈ പ്രോസസ്സ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ഇതാണ് സംഭവം. 1 to 2, 2 to 3, 3 to 4, 4 to 1 ഈ ഓരോ സ്റ്റെപ്പും എന്താണ് സംഭവിക്കുന്നത്? ഇതാണ് നമ്മുടെ ചോദ്യം. ഞാനൊരു 4 ചോയ്സ് നിങ്ങൾക്ക് തരാം. ഫോർ എക്സാമ്പിൾ, ഹീറ്റിംഗ്, കൂളിംഗ്, ഇത് ഒരു ചോയ്സ് ആണ്. ഹീറ്റിംഗ്, കൂളിംഗ് എന്ന് വെച്ചാൽ 1 to 2 ഹീറ്റിംഗ്, 2 to 3 ഹീറ്റിംഗ്, 3 to 4 കൂളിംഗ്, 4 to 1 കൂളിംഗ്. ഇതാണ് ഉദ്ദേശം. ഇങ്ങനത്തെ 4 ചോയ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. എങ്ങനെയാ 4 ചോയ്സ്? ഹീറ്റിംഗ്, കൂളിംഗ്, അതിന്റെ കോമ്പിനേഷൻസ്. ഹീറ്റിംഗ്, കൂളിംഗ്, ഹീറ്റിംഗ്, 4 കോമ്പിനേഷൻ. അത് 4 ചോയ്സ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. എനിക്ക് വേണ്ടത് കൃത്യമായിട്ടുള്ള ആൻസർ ആണ്. 1 to 2 എന്താണ്? 1 to 2 എന്താണ്? ഹീറ്റിംഗ് ആണോ, കൂളിംഗ് ആണോ? 2 to 3 എന്താണ്? ഹീറ്റിംഗ് ആണോ, കൂളിംഗ് ആണോ? 3 to 4, 4 to 1 ഹീറ്റിംഗ് ആണോ, കൂളിംഗ് ആണോ? ഇതാണ് എൻ്റെ ചോദ്യം. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് 4 ചോയ്സ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. എനിക്ക് കറക്റ്റ് ആൻസർ കിട്ടിയാൽ മതി. ഇവിടെ 4 ചോയ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഞാനിപ്പോൾ 4 ചോയ്സ് ഞാൻ എഴുതുന്നില്ല, വിട്ടേക്കാം. കറക്റ്റ് ആൻസർ എന്താണെന്ന് പറയാം. 1 to 2 എന്താണ്? ഹീറ്റിംഗ് ആണോ, കൂളിംഗ് ആണോ? 2 to 3 ഹീറ്റിംഗ് ആണോ, കൂളിംഗ് ആണോ? 3 to 4, 4 to 1. Come on. അർജു, 1 to 2 ഹീറ്റിംഗ്, 2 to 3 ഹീറ്റിംഗ്, 3 to 4 കൂളിംഗ്, 4 to 1 കൂളിംഗ് എന്ന് വെച്ചാൽ ഞാൻ എഴുതിയ അതേ ചോയ്സ് അല്ലേ? ഞാൻ എഴുതിയ അതേ ചോയ്സ്. ഹീറ്റിംഗ്, കൂളിംഗ്. അതാണ് അർജു പറയുന്നത്. കമോൺ. വർഷ, കൂളിംഗ്, ഹീറ്റിംഗ്, കൂളിംഗ്. വർഷ, കൂളിംഗ്, ഹീറ്റിംഗ്, കൂളിംഗ്. ഹീറ്റിംഗ്, കൂളിംഗ്. കൂടുതൽ ചോയ്സസ് വരുവാണെങ്കിൽ അത് എഴുതിയിടാമായിരുന്നു. അറ്റ്ലീസ്റ്റ് 2 ചോയ്സും കൂടെ കിട്ടിയാൽ നമുക്ക് ആ ചോദ്യം ഫില്ല് ചെയ്യാമായിരുന്നു. യെസ്, കൂളിംഗ്, ഹീറ്റിംഗ്. അഭിനവ്, കൂളിംഗ്, ഹീറ്റിംഗ്. ഒരു ചോയ്സും കൂടെ കിട്ടിയാൽ ചോദ്യം ക്ലോസ് ചെയ്യാം. ഇപ്പൊ 3 ചോയ്സായി. അർജു എന്തോ ഒരു എക്സ്പ്ലനേഷൻ ഒക്കെ വന്നിട്ടുണ്ട്. ഒരു ചോയ്സും കൂടെ ആർക്കെങ്കിലും പ്രൊവൈഡ് ചെയ്യാനുണ്ടോ? ഒരു ചോയ്സും കൂടെ ആർക്കെങ്കിലും പ്രൊവൈഡ് ചെയ്യാനുണ്ടോ? ഇല്ല. അർജു, നോക്കാം. ആരെങ്കിലും ഒരു ചോയ്സും കൂടെ തരുമോ എന്ന് നോക്കി ഞാൻ വെയിറ്റ് ചെയ്യണം. യെസ്, വേറെ ആരുടെയും റെസ്പോൺസ് ഒന്നും കാണുന്നില്ല. യെസ്, and the correct answer is 1 to 2 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് പ്രഷറിൽ
വോള്യൂം ഇൻക്രീസ് ചെയ്യണം. വോള്യൂം ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഹീറ്റിംഗ് നടക്കണം. 1 to 2 ഈസ് ഹീറ്റിംഗ്. ശത, ഗുഡ് ഈവനിങ്. 1 to 2 ഹീറ്റിംഗ് ആയിരിക്കണം. ഇനി 2 to 3 നോക്കുക, പ്രഷർ ഡ്രോപ്പ് ചെയ്യണം. പ്രഷർ ഡ്രോപ്പ് ചെയ്യുന്നത് കൂളിംഗ് സംഭവിക്കുമ്പോഴാണ്. ഇനി 3 to 4 നോക്കുക, വോള്യൂം ഡ്രോപ്പ് ചെയ്യുന്നു. ഇത് ഹീറ്റിംഗ് ആണെങ്കിൽ ഇത് സ്വാഭാവികമായിട്ടും കൂളിംഗ് ആയിരിക്കും. ഇനി ഇത് കൂളിംഗ് ആണെങ്കിൽ ഇത് സ്വാഭാവികമായിട്ടും ഹീറ്റിംഗ് ആയിരിക്കും. ആൻഡ് ദ കറക്റ്റ് ആൻസർ ഈസ് ഹീറ്റിംഗ്, കൂളിംഗ്, കൂളിംഗ്, ഹീറ്റിംഗ്. ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഹീറ്റിംഗ്, കൂളിംഗ്, കൂളിംഗ്, ഹീറ്റിംഗ്. ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. രണ്ടെണ്ണം കിട്ടിയാൽ മതി, ബാക്കി രണ്ടെണ്ണം ഓപ്പോസിറ്റ് ആണ് വരിക. 1 and 2, 2 and 3 കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ആൻസർ ആയി. നോക്കൂ, 1 and 2 ഒരിക്കൽ കൂടെ പറയാം. വോള്യൂം കൂടുന്നു. എപ്പോഴാണ് ഒരു ഗ്യാസിന്റെ വോള്യൂം കൂടുക? ചൂടാക്കുമ്പോഴാണോ തണുപ്പിക്കുമ്പോഴാണോ? ചൂടാക്കുമ്പോഴാണ് ഒരു ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നതും വോള്യൂം കൂടുന്നതും. സോ ദിസ് ഈസ് എ ഹീറ്റിംഗ് പ്രോസസ്. ഇത് ഹീറ്റിംഗ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണ് ഇത്. അത് കൂളിംഗ് ആയിരിക്കും, വോള്യൂം കുറയുന്നു. ഇനി അടുത്തത്, എപ്പോഴാണ് ഒരു ഗ്യാസിന്റെ പ്രഷർ കൂടുക അല്ലെങ്കിൽ കുറയുക? ഇവിടെ പ്രഷർ കുറയുകയാണ്. 2 to 3 പ്രഷർ കുറയുകയാണ്. എപ്പോഴാണ് ഒരു ഗ്യാസിന്റെ പ്രഷർ കുറയുക? ചൂടാക്കുമ്പോഴാണോ തണുപ്പിക്കുമ്പോഴാണോ? തണുപ്പിക്കുമ്പോഴാണ് ഒരു ഗ്യാസിന്റെ പ്രഷർ കുറയുക. സോ ദിസ് ഈസ് കൂളിംഗ് പ്രോസസ്. ഓബ്വിയസ്ലി ഇത് ഹീറ്റിംഗ് ആയിരിക്കും. ക്ലിയർ ആണോ മക്കളെ? ഈസ് ദാറ്റ് ക്ലിയർ? വർഷ എന്തോ ഒരു മെസ്സേജ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ടില്ല കേട്ടോ മോളെ. ഐറിൻ തോംസൺ, ഗുഡ് ഈവനിങ്. ഈസ് ദിസ് ക്ലിയർ? ഈസ് ദിസ് ക്ലിയർ? And I am sure all of you understood 1 to 2 is isobaric in nature. 1 to 2 is isobaric in nature. And 3 to 4 is also isobaric in nature. 1 to 2 isobaric ആണ്. 1 to 2 isobaric ആണ്. 3 to 4 isobaric ആണ്. അതേസമയം 2 to 3 this is isochoric. And 4 to 1 that is also isochoric. അപ്പോൾ 1 to 2 and 3 to 4 isobaric ആണ്. 2 to 3 and 4 to 1 അത് isochoric ആണ്. അത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഐസോബാറിക് എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ആണ്. ഐസോകോറിക് എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് വോള്യൂം പ്രോസസ് ആണ്. അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. യെസ്, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയണം. ക്ലിയർ ആണ്. വെരി ഗുഡ്. യെസ്, ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് തെർമോഡൈനമിക് പ്രോസസ്സുകൾ കഴിഞ്ഞിട്ടില്ല. മോർ ഓൺ ടു ദ തെർമോഡൈനമിക് പ്രോസസ്. ഇന്നലെ നമ്മൾ പറഞ്ഞത് ഐസോതെർമൽ പ്രോസസ്, അഡിയബാറ്റിക് പ്രോസസ്, ഐസോബാറിക് പ്രോസസ്, ഐസോകോറിക് പ്രോസസ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് റിവേഴ്സിബിൾ പ്രോസസ് ആൻഡ് ഇർറിവേഴ്സിബിൾ പ്രോസസ്. അർജു, എന്താ സംശയം? Reversible process and irreversible process. Reversible process and irreversible process. അർജു പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല സർ. പ്രഷർ എന്താണത്? യെസ്, വരട്ടെ, നോക്കാം. റിവേഴ്സിബിൾ ആൻഡ് ഇർറിവേഴ്സിബിൾ പ്രോസസ്. നിങ്ങൾ കേട്ടു പരിചയമുള്ള വാക്കുകളാണ്. റിവേഴ്സിബിൾ, ഇർറിവേഴ്സിബിൾ നിങ്ങൾ കേട്ടു പരിചയമുള്ള വാക്കുകളാണ്. ഒരു റിയാക്ടന്റ് കംപ്ലീറ്റ്ലി പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു. പ്രോഡക്റ്റ് തിരിച്ച് റിയാക്ടന്റ് ആയിട്ട് മാറുന്നില്ല.
ഇതിനെയാണ് ഇർറിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുക. ഇർറിവേഴ്സിബിൾ റിയാക്ഷൻ. അതേസമയം റിയാക്ടന്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു, പ്രോഡക്റ്റ് റിയാക്ടന്റ് ആയിട്ട് മാറുന്നു. ഇതിനെ റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയും. ഇത് കെമിക്കൽ റിയാക്ഷൻസിന്റെ കാര്യമാണ്. കെമിക്കൽ റിയാക്ഷൻസ് രണ്ട് തരത്തിൽ. റിയാക്ടന്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു, അത് തിരിച്ചു വരുന്നില്ല. ഒരു കഷ്ണം പേപ്പർ നിങ്ങൾ കത്തിച്ചു കളഞ്ഞു, ആ റിയാക്ഷൻ ഒരിക്കലും പിന്നെ തിരിച്ചു വരില്ല. ആ പേപ്പർ കത്തി ആഷ് ആയിട്ട് മാറി, തിരിച്ച് പേപ്പർ കിട്ടത്തില്ല. സച്ച് എ റിയാക്ഷൻ കോൾഡ് ഇർറിവേഴ്സിബിൾ റിയാക്ഷൻ. അതേസമയം ഒരു റിയാക്ഷൻ റിയാക്ടന്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു, പ്രോഡക്റ്റ് തിരിച്ച് റിയാക്ടന്റ് ആയിട്ട് വരുന്നു. അത്തരം ധാരാളം റിയാക്ഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഹൈഡ്രജൻ റിയാക്ടിങ് വിത്ത് അയോഡിൻ, യു ആർ ഗെറ്റിംഗ് ഹൈഡ്രജൻ അയോഡൈഡ്. അത് തിരിച്ച് ഹൈഡ്രജനും അയോഡിനും ആയിട്ട് മാറുന്ന പ്രക്രിയ. ഇത്തരം റിയാക്ഷൻസിനെ റിവേഴ്സിബിൾ പ്രോസസ്സസ് എന്ന് പറയും. നമ്മുടെ ഇവിടുത്തെ ചർച്ച ഇവരെ കുറിച്ചല്ല. റിവേഴ്സിബിൾ, ഇർറിവേഴ്സിബിൾ കെമിക്കൽ റിയാക്ഷൻസ് അല്ല നമ്മുടെ ഈ ചാപ്റ്ററിലെ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം തെർമോഡൈനാമിക് റിവേഴ്സിബിലിറ്റിയും ഇർറിവേഴ്സിബിലിറ്റിയും ആണ്. എന്താണ് തെർമോഡൈനമിക്കലി റിവേഴ്സിബിൾ, ഇർറിവേഴ്സിബിൾ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതാണ് ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ഇത് ഒരുപക്ഷെ പലരും കേട്ട് പരിചയമുള്ളതാണ്. ചിലപ്പോൾ ലോവർ ക്ലാസ്സുകളിലേക്ക് കേട്ടിട്ടുണ്ടാവാം. ഒരു റിയാക്ടന്റ് കംപ്ലീറ്റ്ലി പ്രോഡക്റ്റ് ആയിട്ട് മാറുക, പ്രോഡക്റ്റ് തിരിച്ചു വരാതിരിക്കുക. ദാറ്റ് ഈസ് ഇർറിവേഴ്സിബിൾ കെമിക്കൽ റിയാക്ഷൻ. ഒരു റിയാക്ടന്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറുക, പ്രോഡക്റ്റ് തിരിച്ച് റിയാക്ടന്റ് ആയിട്ട് മാറുക. ദാറ്റ് ഈസ് റിവേഴ്സിബിൾ റിയാക്ഷൻ. ഇവരെ കുറിച്ച് വിശദമായിട്ട് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിൽ പഠിക്കും. ഇപ്പൊ നമ്മൾ പറയുന്നത് തെർമോഡൈനമിക്സിലെ റിവേഴ്സിബിൾ, ഇർറിവേഴ്സിബിൾ എന്താണ്? വാട്ട് ഈസ് തെർമോഡൈനമിക്കലി എ റിവേഴ്സിബിൾ പ്രോസസ്? എഴുതിക്കോളൂ. എ പ്രോസസ് that happens infinitesimally slowly. A process that happens infinitesimally slowly. Infinitely slowly. Infinitesimally slowly or infinitesimally slowly എന്ന് വെച്ചാൽ വളരെ പതുക്കെ എന്നാണ് അർത്ഥം. അതിനെ നമ്മൾ ഐഡിയൽ പ്രോസസ് എന്നാണ് പറയുക. ഐഡിയൽ പ്രോസസ്. എ പ്രോസസ് ദാറ്റ് ഹാപ്പൻസ് ഇൻഫിനിറ്റസിമലി സ്ലോലി, ദാറ്റ് ഈസ് കോൾഡ് ഐഡിയൽ പ്രോസസ്. ഇതൊരു തിയറട്ടിക്കൽ പ്രോസസ് ആണ്. ഇതൊരു തിയറട്ടിക്കൽ പ്രോസസ് ആണ്, ഐഡിയൽ പ്രോസസ് ആണ്. വളരെ പതുക്കെ ഉണ്ടാകുന്ന ഒരു ചേഞ്ച്, അതിന് പറയുന്ന പേരാണ് റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയുന്നത്. എ പ്രോസസ്, ഇമാജിൻ എ ഗ്യാസ് ഈസ് എക്സ്പാൻഡിങ് ഇൻഫിനിറ്റസിമലി സ്ലോലി. വളരെ പതുക്കെ ഒരു ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ വളരെ പതുക്കെ ഒരു ഗ്യാസ് കംപ്രസ്ഡ് ആവുന്നു. അത്തരം പ്രോസസ്സുകളെ നമ്മൾ വിളിക്കുന്ന പേര് റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയും. ഇത് ശരിക്കും ഒരു ഐഡിയൽ പ്രോസസ് ആണ്. ഇതൊരു തിയറട്ടിക്കൽ പ്രോസസ്സാണ്. അതേസമയം നമ്മൾ സാധാരണ ലാബോറട്ടറിയിൽ നടത്തുന്ന സാധാരണ എക്സ്പെരിമെന്റൽ റിയാക്ഷൻസ് വിച്ച് ഒക്കർ ഫാസ്റ്റ്, ദി പ്രോസസ്സസ് ദാറ്റ് ഒക്കർ സഡൻലി, a process that occur suddenly, that is immediate change. അതിന് വിളിക്കുന്ന പേരാണ് ഇർറിവേഴ്സിബിൾ. ഇർറിവേഴ്സിബിൾ പ്രോസസ്സസ് ആർ നാച്ചുറൽ പ്രോസസ്സസ്. എല്ലാ നാച്ചുറൽ പ്രോസസ്സസും ഇർറിവേഴ്സിബിൾ ആണ്. അജുവിന്റെ ഡൗട്ട് വന്നിട്ടുണ്ട്. അർജു ആസ്കിങ് പ്രഷർ കൂളിങ്ങും തമ്മിൽ ബന്ധം എന്താണ്? കൂളിംഗ് തണുപ്പിച്ചു കഴിഞ്ഞാൽ പ്രഷർ കുറയില്ലേടാ? തണുപ്പിച്ചു കഴിഞ്ഞാൽ പ്രഷർ കുറയില്ലേ? ഒരു സിലിണ്ടറിനകത്തുള്ള ഗ്യാസ്
ഒരു സിലിണ്ടറിനകത്തുള്ള ഗ്യാസ് ചൂടാക്കിയാൽ എന്താ സംഭവിക്കാം? പ്രഷർ കൂടി 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 അവസാനം സിലിണ്ടർ പൊട്ടിത്തെറിക്കും. ഒരു സിലിണ്ടറിനകത്തുള്ള ഗ്യാസ് ചൂടാക്കിയാൽ എന്ത് സംഭവിക്കും? പ്രഷർ കൂടും കൂടും കൂടി 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 ആ സിലിണ്ടറിന് താങ്ങാൻ പറ്റാത്ത പ്രഷർ ആയി കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും. അപ്പൊ തണുപ്പിച്ചു കഴിഞ്ഞാൽ പ്രഷർ കുറയും. യെസ് മക്കളെ, നോട്ട് ചെയ്യുക. റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയുന്നത് ഐഡിയൽ പ്രോസസ് ആണ്. ഇറിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയുന്നത് നാച്ചുറൽ പ്രോസസ് ആണ്. All natural processes are irreversible. All ideal processes are reversible. For a reversible reaction, system and surroundings are always under equilibrium. For a reversible process, the system and surroundings are always under equilibrium. ഇത് നോട്ട് ചെയ്ത് കഴിഞ്ഞുവെങ്കിൽ നമുക്ക് അതിന്റെ എക്സ്പെരിമെന്റിലേക്ക് പോവാം. I repeat, a reversible process in thermodynamics. Thermodynamically എന്ന് എഴുതി വെച്ചോളൂ. Thermodynamically, a reversible process means a process that occurs infinitesimally slowly. എന്താണ് ഈ വാക്കിന്റെ അർത്ഥം? ഇൻഫിനിറ്റസിമലി സ്ലോലി എന്ന് വെച്ചാൽ എന്താ അർത്ഥം? വളരെ പതുക്കെ എന്ന് വെച്ചാൽ എത്ര പതുക്കെ? വളരെ വളരെ പതുക്കെ. എത്ര പതുക്കെ നടക്കാൻ പറ്റുമോ അത്രയും സ്ലോലി. അതാണ് ഇൻഫിനിറ്റസിമലി സ്ലോലി എന്ന വാക്കിന്റെ അർത്ഥം. എത്രമാത്രം സ്ലോ ആയിട്ട് നടക്കാമോ അത്രയും സ്ലോ ആയിട്ട് നടക്കുക. അത്തരം റിയാക്ഷൻസിനെ റിവേഴ്സിബിൾ റിയാക്ഷൻസ് എന്ന് പറയും. ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന റിയാക്ഷൻസിനെ ഇറിവേഴ്സിബിൾ റിയാക്ഷൻസ് എന്ന് പറയും. എല്ലാ നാച്ചുറൽ പ്രോസസ്സുകളും ഇറിവേഴ്സിബിൾ ആണ്, വൈൽ ഐഡിയൽ പ്രോസസ്സ് റിവേഴ്സിബിൾ ആണ്. നോട്ട് ചെയ്ത് കഴിഞ്ഞുവെങ്കിൽ ഞാൻ അടുത്ത പേജിലേക്ക് പോകുന്നു. നമുക്കതിന്റെ ഗ്രാഫിക്കൽ പ്ലോട്ടുകളൊക്കെ ഒന്ന് മനസ്സിലാക്കാം. നോക്കൂ എങ്ങനെയാണ് ഇറിവേഴ്സിബിൾ പ്രോസസ് നടക്കുന്നത്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. Irreversible process. Pressure along the y-axis and volume along the x-axis. Imagine a system available at state 1. For a system available at state 1 having a pressure P1, and having a volume V1, pressure P1, volume V1, and that system coming to another state, state 2, where the pressure is P2 and the volume is V2. Pressure is P2 and the volume is V2. അപ്പോൾ ഒരു സിസ്റ്റം 1 എന്ന സ്റ്റേറ്റിൽ നിന്ന് 2 എന്ന സ്റ്റേറ്റിലേക്ക് മാറുന്നു. ഒരു സിസ്റ്റം 1 എന്ന സ്റ്റേറ്റിൽ നിന്ന് 2 എന്ന സ്റ്റേറ്റിലേക്ക് മാറുന്നു. എങ്ങനെയാ മാറുന്നത് നോക്ക്. ഒരു ഹൈ പ്രഷർ ആയിരുന്നു, അവിടുന്ന് പ്രഷർ ഡ്രോപ്പ് ചെയ്തു. There was a drop in pressure. പ്രഷർ ഡ്രോപ്പ് ചെയ്തപ്പോൾ എന്തായി? വോള്യൂം V1 ലോവർ വോള്യൂം ആയിരുന്നു, വോള്യൂം ഇൻക്രീസ് ചെയ്തു. പ്രഷർ കുറഞ്ഞു, വോള്യൂം കൂടി. ദാറ്റ് മീൻസ് എ ഗ്യാസ് ഈസ് എക്സ്പാൻഡിങ് എന്ന് പറയാം. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എക്സ്പാൻഷൻ പ്രോസസ് ആണ്. എക്സ്പാൻഷൻ പ്രോസസ്, ഇറിവേഴ്സിബിൾ എക്സ്പാൻഷൻ, അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ഗ്യാസ് 1 എന്ന സ്റ്റേറ്റിൽ നിന്ന് 2 എന്ന സ്റ്റേറ്റിലേക്ക് വരുന്നു. ആ ഗ്യാസിന്റെ പ്രഷർ ഹൈ ആയിരുന്നു,
വോള്യൂം V1 ഒരു ലോവർ വോള്യൂം ആയിരുന്നു. പ്രഷർ സഡൻലി ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ വോള്യൂം സഡൻലി ഇൻക്രീസ് ചെയ്തു. ഇതാണ് ചേഞ്ച്. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ആൻ എക്സ്പാൻഷൻ പ്രോസസ്. എക്സ്പാൻഷൻ പ്രോസസ്. നമുക്ക് ഇതിനെ എന്ത് വിളിക്കാം? വർക്ക് ഓഫ് ഇർറിവേഴ്സിബിൾ എക്സ്പാൻഷൻ എന്ന് വിളിക്കാം. വർക്ക് ഓഫ് ഇർറിവേഴ്സിബിൾ എക്സ്പാൻഷൻ. എന്തുകൊണ്ടാണ് ഇർറിവേഴ്സിബിൾ എന്ന് വിളിച്ചത്? There is a sudden drop in pressure and there is a sudden increase in volume. Pressure suddenly drop ചെയ്തു, volume suddenly increase ചെയ്തു. വോള്യൂം കൂടുന്നത് കൊണ്ട് എക്സ്പാൻഷൻ എന്ന് പറയുന്നു. പ്രഷർ ഡ്രോപ്പ് ചെയ്യുന്നത് കൊണ്ട് എക്സ്പാൻഷൻ എന്ന് പറയുന്നു. And now what is the work done? What is the work done? Work done എന്ന് പറയുന്നത് ഏരിയ അണ്ടർ ദ ഗ്രാഫ്. അത് ഫിസിക്സിലും ഒക്കെ നിങ്ങൾ പഠിക്കുന്നതാണ്. ഹൗ ടു ഫൈൻഡ് ഔട്ട് വർക്ക് ഡൺ ഇൻ എ PV ഡയഗ്രാം. ഒരു PV ഡയഗ്രത്തില് വർക്ക് ഡൺ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഫിസിക്സിലൊക്കെ പഠിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അറിയുക. വർക്ക് ഡൺ ഡ്യൂറിംഗ് ദ പ്രോസസ്. വർക്ക് ഡൺ ഡ്യൂറിംഗ് ദ പ്രോസസ് ഇറ്റ് ഈസ് മൈനസ് P ഡെൽറ്റ V. മൈനസ് P ഡെൽറ്റ V. അതെങ്ങനെയാ ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യാം? ഈ കാണുന്ന ഏരിയ, the area under the graph will give you work done during the process. The area under the graph will give you work done during the process. ഈ വർക്ക് ഡണ്ണിനെ എന്ത് വിളിക്കും? ഇർറിവേഴ്സിബിൾ വർക്ക് ഡൺ എന്ന് പറയും. ഇർറിവേഴ്സിബിൾ വർക്ക് ഡൺ. എക്സ്പാൻഷൻ ആണോ കംപ്രഷൻ ആണോ? എക്സ്പാൻഷൻ ആണ്. എങ്ങനെയാണ് എക്സ്പാൻഷൻ ആണെന്ന് മനസ്സിലായത്? V1 becomes V2. V2 is a larger volume. വോള്യൂം കൂടുകയാണ്. That is expansion. എക്സ്പാൻഷൻ വർക്ക് എന്ന് വെച്ചാൽ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. എക്സ്പാൻഷൻ വർക്ക് എന്ന് വെച്ചാൽ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. അതുകൊണ്ടാണ് ഞാൻ മൈനസ് കൊടുത്തത് കേട്ടോ. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം, അതുകൊണ്ടാണ് മൈനസ്. ഇന്നലെ നമ്മൾ കൺവെൻഷൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, എടുത്തു നോക്കുക. ഒരു സിസ്റ്റത്തിലേക്ക് ഹീറ്റ് കൊടുത്താൽ പ്ലസ്, ഒരു സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് റിലീസ് ചെയ്താൽ മൈനസ്. വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം പ്ലസ്, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം മൈനസ്. അപ്പൊ ഇവിടെ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണ്. എങ്ങനെയാണ് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണെന്ന് മനസ്സിലായത്? ഒരു ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുക എന്ന് വെച്ചാൽ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണ്. ഒരു ഗ്യാസ് കംപ്രസ്ഡ് ആവുക എന്ന് വെച്ചാൽ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണ്. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, ആർഗ്യുമെന്റ് ഉണ്ടെങ്കിൽ പറയുക. ഐ റിപ്പീറ്റ്. ഈ പറഞ്ഞ അത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ വർക്ക് റിവേഴ്സിബിൾ എക്സ്പാൻഷൻ is equal to minus P delta V. Minus P delta V. P is the pressure at which volume changes. എത്രയാ ഡെൽറ്റ വി? ഇതാണ് ഡെൽറ്റ വി. ഇതാണ് ഡെൽറ്റ വി. ഏത് പ്രഷറിലാണ് വോള്യൂം ചേഞ്ച് ചെയ്യുന്നത്? ഇവിടെ ഉണ്ടായിരുന്ന പ്രഷർ ഇത്രയുമായി, അപ്പോഴാണ് ചേഞ്ച് ചെയ്തത്. സോ ദാറ്റ് ഈസ് P. ഇതാണ് ഡെൽറ്റ വി. ഡെൽറ്റ വി എന്ന് വെച്ചാൽ അറിയാലോ, V2 മൈനസ് V1. സോ P ഇൻറ്റു V2 മൈനസ് V1. ക്ലിയർ ആണ്? വെരി ഗുഡ്. ഇത് ഇർറിവേഴ്സിബിൾ പ്രോസസ്. ദിസ് ഈസ് ഇർറിവേഴ്സിബിൾ പ്രോസസ്. ഇർറിവേഴ്സിബിൾ എക്സ്പാൻഷൻ. ഇർറിവേഴ്സിബിൾ എക്സ്പാൻഷൻ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റിവേഴ്സിബിൾ എക്സ്പാൻഷൻ ആണ്. എങ്ങനെയാണ് റിവേഴ്സിബിൾ എക്സ്പാൻഷൻ വരിക നോക്കൂ ട്ടോ. ദാറ്റ് വിൽ ബി എ തിയററ്റിക്കൽ പ്രോസസ്, ഐഡിയൽ പ്രോസസ് where one is changing to 2 reversibly, means it will give you a rectangular hyperbola like this. അതൊരു വേരിയിങ് ആയിരിക്കും. ഇങ്ങനെ ആയിരിക്കും. 1ൽ നിന്ന് 2ലേക്ക് ഇങ്ങനെ ഒരു റെക്ടാങ്കുലർ ഹൈപ്പർബോള കേട്ടോ. ഒരു റെക്ടാങ്കുലർ ഹൈപ്പർബോള. ഒരു റെക്ടാങ്കുലർ ഹൈപ്പർബോള.
അതെങ്ങനെ പ്രോസസ്സ്? വളരെ ഇൻഫിനിറ്റസിമലി സ്ലോലി, ഓരോ പോയിന്റും ഇങ്ങനെ ഇൻഫിനിറ്റസിമലി സ്ലോലി, സ്ലോ ചേഞ്ച്, എ വെരി സ്ലോ ചേഞ്ച്. എത്രമാത്രം സ്ലോ ആയിട്ട് നടക്കാമോ അത്രമാത്രം സ്ലോ ആയിട്ട്. അതുകൊണ്ടാണ് അതൊരു വേരിയിങ് കർവായിട്ട് വരുന്നത്, വേരിയിങ് കർവായിട്ട്. ആൻഡ് നൗ ഹിയർ വാട്ട് ഈസ് ദ വർക്ക് ഡൺ? ഇവിടെ വർക്ക് ഡൺ എങ്ങനെ വരും? ആൻഡ് ദിസ് ഈസ് റിവേഴ്സിബിൾ വർക്ക് ഓഫ് എക്സ്പാൻഷൻ. ദിസ് ഈസ് റിവേഴ്സിബിൾ expansion, reversible expansion. And here work done is equal to work reversible expansion. അതിന്റെ ഇക്വേഷൻ എങ്ങനെ വരും? വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ പി ഡി വി. ഇതാണ് ഇന്റഗ്രൽ പി ഡി വി. അതെന്താ ഇവിടെ ഇന്റഗ്രൽ വന്നത്? ബിക്കോസ് ഇറ്റ് ഈസ് എ വേരിയിങ് ഏരിയ. ഒരു വേരിയിങ് ഏരിയയുടെ, വേരിയിങ് ഗ്രാഫിന്റെ ഏരിയ, കർവ്ഡ് ഗ്രാഫ് വരുന്ന ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? ഇതാ ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം, ഈ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും പറ? ഇതാണ് വർക്ക് ഡൺ. ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഈസ് വർക്ക് ഡൺ. ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഈസ് വർക്ക് ഡൺ. ഈ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും മാത്തമാറ്റിക്കലി? വാട്ട് ഈസ് ദ പ്രൊസീജിയർ? അറിയുന്നവര് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇറ്റ് ഈസ് ബൈ ഡിഫറൻഷിയേഷൻ ഫോളോഡ് ബൈ ഇന്റഗ്രേഷൻ. ഓരോ കുഞ്ഞു കുഞ്ഞു പോർഷൻ ആയിട്ട് തിരിക്കുക, എന്നിട്ട് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തെടുക്കുക. സോ വർക്ക് ഡൺ അണ്ടർ എ കർവ്ഡ് ഗ്രാഫ് വിൽ ബി ഇന്റഗ്രൽ പി ഡി വി. ഇന്റഗ്രൽ പി ഡി വി പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ? പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ? പഠിച്ചിട്ടില്ലെങ്കിൽ നോട്ട് ചെയ്യണം കേട്ടോ. പഠിച്ചിട്ടില്ലെങ്കിൽ നോട്ട് ചെയ്യണം. സോ ഇറ്റ് ഈസ് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ പി ഡി വി. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പി വി ഈക്വൽ ടു എൻ ആർ ടി. ഇതിന്റെ ഭാഗമായിട്ട് ഇതിനെ നമ്മൾ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ ഫൈനൽ റിസൾട്ട്. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു മൈനസ് 2.303 എൻ ആർ ടി ലോഗ് V2 by V1. എന്റെ ഡെറിവേഷൻ അറിയണമെന്നില്ല, ഫോർമുല പഠിച്ചു വെച്ചാലും മതി. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു മൈനസ് 2.303 nRT log V2 by V1 or work done is equal to minus nRT natural log V2 by V1. രണ്ടും സെയിം ആണ് കേട്ടോ. നാച്ചുറൽ ലോഗ് കൺവേർട്ടഡ് ടു കോമൺ ലോഗ്. There will be 2.303 multiplying factor. അപ്പൊ രണ്ടും ഒരേ പ്രോസസ് ആണ്. ഒന്ന് ഐഡിയൽ പ്രോസസ്, തിയററ്റിക്കൽ പ്രോസസ്, the one which happens infinitesimally slowly. ഒന്ന്. മറ്റേത് നാച്ചുറൽ പ്രോസസ്, a sudden change. ഏതിലാണ് വർക്ക് ഡൺ കൂടുതൽ പറ? അതോ രണ്ടിലും വർക്ക് ഡൺ ഒരുപോലെയാണോ? പറയൂ. വർക്ക് ഡൺ റിവേഴ്സിബിൾ എക്സ്പാൻഷനും വർക്ക് ഡൺ ഇറിവേഴ്സിബിൾ എക്സ്പാൻഷനും രണ്ടും വർക്ക് ഡൺ സെയിം ആണോ ഡിഫറെന്റ് ആണോ? ഡിഫറെന്റ് ആണെങ്കിൽ എവിടെയാണ് കൂടുതൽ? അഭിനവ് ഡിലീറ്റ് ചെയ്ത മെസ്സേജ് ഞാൻ കണ്ടില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിഫറെന്റ് ആണ്. ഏതാ കൂടുതൽ എന്ന് പറയാമോ? ഏതാണ് കൂടുതൽ? റിവേഴ്സിബിൾ എക്സ്പാൻഷൻ ആണോ കൂടുതൽ? ഇറിവേഴ്സിബിൾ എക്സ്പാൻഷൻ ആണോ കൂടുതൽ? Which is a greater work done? Theoretical or natural? Exactly. Arju, reversible. Pradeep Lakshman, irreversible. Arati, reversible. Abhinav, irreversible. Aha, different opinions. Very good. മക്കളെ ശ്രദ്ധിക്കുക. എവിടെയാണ് ഏരിയ അണ്ടർ ദ ഗ്രാഫ്? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു
ഏരിയ അണ്ടർ ദ ഗ്രാഫ്? ഏതിലാണ് ഏരിയ അണ്ടർ ദ ഗ്രാഫ് കൂടുതൽ? പറ. എവിടെയാണ് ഏരിയ അണ്ടർ ദ ഗ്രാഫ് കൂടുതൽ? ഏരിയ കൂടുതൽ എവിടെയാ? റിവേഴ്സിബിൾ ആണോ ഇറിവേഴ്സിബിൾ ആണോ? വർക്ക് ഡൺ ഈക്വൽ ടു ഏരിയ. ടെൽ മീ, എവിടെയാണ് ഏരിയ കൂടുതൽ? റിവേഴ്സിബിൾ ആണോ ഇറിവേഴ്സിബിൾ ആണോ? ഞാൻ ഇവിടുന്ന് കോപ്പി എടുത്തിട്ടാ വരച്ചത്, ടു ഷോ ദാറ്റ് ബോത്ത് ആർ സെയിം റിയാക്ഷൻ. ഒരേ പ്രൊസീജിയർ ആ. റിവേഴ്സിബിൾ, എന്താ സംശയം? സോ വർക്ക് ഡൺ റിവേഴ്സിബിൾ എക്സ്പാൻഷൻ ഈസ് ഗ്രേറ്റർ ദാൻ വർക്ക് ഡൺ ഇറിവേഴ്സിബിൾ എക്സ്പാൻഷൻ. Work done reversible expansion is greater than work done irreversible expansion. ഇതല്ലേ ഏരിയ കൂടുതൽ? ആ ഡയഗ്രം നോക്കിയാൽ മതി, നിങ്ങൾ കൂടുതൽ ചിന്തിക്കൊന്നും വേണ്ട. ആ രണ്ടിന്റെയും ഗ്രാഫിൽ വരുന്ന ഷെയ്ഡ് ചെയ്ത ഭാഗം നോക്കൂ. എവിടെയാണ് ഷെയ്ഡ് ചെയ്ത ഭാഗം കൂടുതൽ? ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഞാൻ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഷെയ്ഡ് ചെയ്ത ഭാഗം കൂടുതൽ ഏതാ? റിവേഴ്സിബിളിലാണ്. റിവേഴ്സിബിൾ എക്സ്പാൻഷൻ ഈസ് ഗ്രേറ്റർ. ദാറ്റ്സ് ഇറ്റ്. ഇനി എങ്ങനെയാണ് രണ്ടിന്റെയും ഫോർമുല? രണ്ടും വർക്ക്ഔട്ട് ചെയ്യാനുള്ള ഫോർമുല എങ്ങനെയാണ്? വർക്ക് ഡൺ ഇറിവേഴ്സിബിൾ എക്സ്പാൻഷൻ മൈനസ് പി ഡെൽറ്റ വി. വർക്ക് ഡൺ റിവേഴ്സിബിൾ എക്സ്പാൻഷൻ മൈനസ് 2.303 NRT log V2 by V1. മക്കളെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയേ, ഐ റിപ്പീറ്റ്. ആ ഡയഗ്രം കണ്ടാൽ തന്നെ അറിയാം. ഈ ഇക്വേഷൻ നിങ്ങൾ പരിചയമുണ്ടോ? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV ഈക്വൽ ടു NRT. ആ ഇക്വേഷൻ പരിചയമുണ്ടോ? ആ ചാപ്റ്റർ ഒക്കെ ഡിലീറ്റ് ചെയ്തു പോയി, അതുകൊണ്ടാണ് ചോദിക്കണേ. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്റർ ഡിലീറ്റ് ചെയ്തു പോയി, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV ഈക്വൽ ടു NRT പരിചയമുണ്ടല്ലേ? ഗുഡ്. അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിയത് കേട്ടോ. ഇന്റഗ്രൽ PdV ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ഈ ഭാഗത്തിന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടും, മൈനസ് 2.303. അതിന്റെ ഫൈനൽ റിസൾട്ട് മാത്രം അറിഞ്ഞിരുന്നാൽ മതി, വേറെ അതിന്റെ ഡെറിവേഷനും പർപ്പസ് ഒന്നും ആവശ്യമില്ല. ഇത് ഓക്കെ അല്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കംപ്രഷൻ ആണ്. കംപ്രഷൻ എന്ന് വെച്ചാൽ നേരെ ഓപ്പോസിറ്റ്. ഇപ്പൊ നമ്മൾ 1-ൽ നിന്ന് 2-ലേക്ക് ഇങ്ങോട്ടല്ലേ വന്നത്, ഇവിടുന്ന് അങ്ങോട്ട്. അതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, കംപ്രഷൻ. ഓക്കെ, ഇത് ഞാൻ പേജ് മാറ്റുകയാണേ. എല്ലാവരും നോട്ട് ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഞാൻ മാറ്റുകയാണ്. നൗ കംപ്രഷൻ പ്രോസസ്. കംപ്രഷൻ again I am taking pressure along the y-axis and volume along the x-axis. നേരത്തെ 1, 2 ഇങ്ങനെയായിരുന്നു. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് 1 ഇവിടെയും 2 ഇവിടെയും. നേരെ തിരിച്ച്. നേരത്തെ 1-ൽ നിന്ന് 2-ലേക്ക് ഇങ്ങടെ വന്നത്, ഇപ്പോ 1-ൽ നിന്ന് 2-ലേക്ക് അങ്ങോട്ടേക്കാണ്. And it's quite obviously it is opposite compression. എങ്ങനെ വരും? This is P1 and എല്ലാം മാർക്ക് ചെയ്ത ശേഷം ഞാൻ പറയാം. This is 1 and this is V1. ഇത് V1, ഇത് 2, this is V2, ഇത് P1, ഇത് P2. നിങ്ങൾ പ്രീവിയസ് ഗ്രാഫുമായിട്ട് കമ്പയർ ചെയ്യാം. everything opposite. pressure P1 പ്രഷർ കൂടും. pressure P1
പ്രഷർ കൂടും. എങ്ങനെയാ പ്രഷർ കൂടുക നോക്കണേ. പ്രഷർ എങ്ങനെയാണ് കൂടുന്നത് നോക്കണം കേട്ടോ. നോക്കുക, ഇങ്ങനെ പ്രഷർ P1, ഇവിടെ ഉണ്ടായിരുന്ന പ്രഷർ P1 എന്ത് സംഭവിച്ചു? പ്രഷർ ഇൻക്രീസസ്. എന്നിട്ടോ ഇങ്ങനെ ട്രാവൽ ചെയ്യും. പ്രഷർ P1 ഈ ലോ പ്രഷർ ഷൂട്ട് ചെയ്തു. അപ്പൊ P2 ആയിട്ട് മാറി. അപ്പൊ വോള്യൂം എന്ത് സംഭവിക്കും? വോള്യൂം V1 റെഡ്യൂസ്ഡ് ടു V2. അപ്പൊ പ്രഷർ ഷൂട്ട് ചെയ്തു, വോള്യൂം ഡ്രോപ്പ് ചെയ്തു. ആൻഡ് ഇറ്റ് ഈസ് കംപ്രഷൻ. നേരത്തെ സംഭവിച്ചത് എന്താ? പ്രഷർ ഡ്രോപ്പ് ചെയ്തു, വോള്യൂം ഇൻക്രീസ് ചെയ്തു. നേരത്തെ സംഭവിച്ചത് ഇവിടെ ആയിരുന്നു 1, പ്രഷർ ഡ്രോപ്പ് ചെയ്തു, വോള്യൂം ഇൻക്രീസ് ചെയ്തു. ഇപ്പോഴോ നേരെ തിരിച്ച്. ഇവിടെയാണ് പ്രഷർ, ലോ പ്രഷർ ആണ്. പ്രഷർ ഷൂട്ട് ചെയ്തു, പ്രഷർ ഇൻക്രീസ് ചെയ്തു, വോള്യൂം ഡിക്രീസ് ചെയ്തു. നേരത്തെ ട്രാവൽ ചെയ്ത പാത്ത് ഇങ്ങനെയാണ്, ഇപ്പൊ ട്രാവൽ ചെയ്യുന്ന പാത്ത് ഇങ്ങനെയാണ്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ക്ലിയർലി. ജസ്റ്റ് ഓപ്പോസിറ്റ്. നേരത്തെ 1 2 ഇങ്ങനെയായിരുന്നു, ഇപ്പോ 1 2 ഇങ്ങനെ. ഒരിക്കൽ കൂടെ പറയാം. ലോ പ്രഷർ P1 ഇവിടെ, ഇറ്റ് ഈസ് ഇൻക്രീസിംഗ് സഡൻലി ടു P2 ആൻഡ് വോള്യൂം V1 സഡൻലി ഡ്രോപ്പ് to volume V2. And now the work done under the graph. Work is equal to plus P delta V. And area under the graph. This is area under the graph. This is area under the graph. ഞാനൊരു കോപ്പി എടുത്തില്ല, ഒരു കോപ്പി എടുത്തിടാം. നമുക്ക് റിവേഴ്സിബിളും കൂടെ പറയണ്ടേ? ടേക്ക് എ കോപ്പി. യെസ്, this is area under the graph and that will be work done irreversible. Compression. Work done irreversible compression plus P delta V. ഏതാ P? ഇതാണ് P. ഏതാണ് ഡെൽറ്റ V? ഇതാണ് ഡെൽറ്റ V. V2 minus V1. നേരത്തെ എടുത്തതും അത് തന്നെയാണ്. P2 ആണ് P ആയിട്ട് എടുത്തത്. ഡെൽറ്റ V നേരത്തെ എടുത്തത് നോക്കുക. ഇപ്പൊ നേരെ തിരിഞ്ഞു. P2 മുകളിലാണെന്ന് മാത്രം. നേരത്തെ P2 ലോവർ പ്രഷർ ആയിരുന്നു, ഇപ്പൊ P2 ഹയർ പ്രഷർ ആണ്. കാരണം കംപ്രസ് ചെയ്തു, പ്രഷർ കൂടി. നേരത്തെ എക്സ്പാൻഷൻ ആയിരുന്നു, പ്രഷർ കുറഞ്ഞു. നേരത്തെ വോള്യൂം കൂടി, ഇപ്പൊ വോള്യൂം കുറഞ്ഞു. നേരത്തെ പ്രഷർ കുറഞ്ഞു, വോള്യൂം കൂടി. ഇപ്പൊ പ്രഷർ കൂടി, വോള്യൂം കുറഞ്ഞു. ജസ്റ്റ് ഓപ്പോസിറ്റ്. Is it clear? ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ മെസ്സേജ് നോക്കുന്നുണ്ട്. The moment I see your message, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പറയാം. അത് പോണില്ല. ഓക്കെ അല്ലേ? ഗുഡ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് റിവേഴ്സിബിൾ ആണ്. ദിസ് ഈസ് ഇർറിവേഴ്സിബിൾ കംപ്രഷൻ. ഇനി പറയാൻ പോകുന്നത് റിവേഴ്സിബിൾ കംപ്രഷൻ. ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവരും ഊഹിച്ചു കാണും എന്ന് വിചാരിക്കുന്നു. നേരെ ഓപ്പോസിറ്റ്. ഇവിടെ നോക്കടാ. നേരത്തെ നമ്മൾ പറഞ്ഞത് ഇങ്ങനെയല്ലേ?
ഇവിടുന്ന് ഇങ്ങോട്ടായിരുന്നില്ലേ, 1ൽ നിന്ന് 2ലേക്ക്. ഇപ്പൊ അതേപോലെ തന്നെ 1ൽ നിന്ന് 2ലേക്ക്, 1ൽ നിന്ന് 2ലേക്ക് ജസ്റ്റ് സൈൻ മാത്രം മാറ്റിയാൽ മതി. ജസ്റ്റ് സൈൻ മാത്രം മാറ്റിയാൽ മതി, വേറൊന്നുമില്ല. And what will be the work done? Work done equal to plus integral PdV. Plus integral PdV. ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ റിവേഴ്സിബിൾ എക്സ്പാൻഷനും റിവേഴ്സിബിൾ കംപ്രഷനും ഒരേപോലെയാണ്, സൈൻ മാത്രമേ മാറുള്ളൂ. റിവേഴ്സിബിൾ എക്സ്പാൻഷനും റിവേഴ്സിബിൾ കംപ്രഷനും നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ, ഒരേപോലെയാണ്, മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും അണ്ടർ ഐഡന്റിക്കൽ കണ്ടീഷൻ, സൈൻ മാത്രമേ മാറുള്ളൂ. അതേസമയം ഇവർ തമ്മിലുള്ള കമ്പാരിസൺ വലിയ വ്യത്യാസമുണ്ട്. നേരത്തെ നമ്മൾ എന്താ പറഞ്ഞ എന്താ, റിവേഴ്സിബിൾ എക്സ്പാൻഷൻ, വർക്ക് ഡൺ റിവേഴ്സിബിൾ എക്സ്പാൻഷൻ ഗ്രേറ്റർ ദാൻ വർക്ക് ഡൺ ഇറിവേഴ്സിബിൾ എക്സ്പാൻഷൻ എന്നാണ് പറഞ്ഞത്. ഇപ്പൊ നേരെ ഉൾട്ടയായിട്ട് മാറും. എന്താ വരിക? ദിസ് ഈസ് വർക്ക് ഡൺ റിവേഴ്സിബിൾ കംപ്രഷൻ. ഇറ്റ് വിൽ ബി പ്ലസ് integral PdV, or you can say 2.303 nRT log V2 by V1. Same formula, മാറ്റമൊന്നുമില്ല. And the conclusion is work done irreversible expansion അല്ല, compression is greater than work done reversible compression. Hope you agree with my comment. Again, കൂടുതലൊന്നും ചിന്തിക്കണ്ട, ഗ്രാഫിലേക്ക് നോക്കൂ, ഷെയ്ഡ് ചെയ്ത ഭാഗത്തേക്ക് നോക്കൂ. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഏരിയ അണ്ടർ ദ ഗ്രാഫ്, ഷെയ്ഡ് ചെയ്ത ഭാഗം നോക്കൂ. ഇവിടെയല്ലേ ഏരിയ അല്ലെ, ഏരിയ കൂടുതൽ എവിടെയാ? ഇവിടെയാണ്. വർക്ക് ഡൺ കൂടുതൽ എവിടെ? ഇവിടെയാണ്. കമ്പയർഡ് ടു ദാറ്റ്. ക്ലിക്കായോ മക്കളെ? ഗുഡ്. ഒരു കാര്യം കൂടെ എഴുതണം. എന്താ? വർക്ക് ഡൺ റിവേഴ്സിബിൾ എക്സ്പാൻഷൻ ഈക്വൽ ടു വർക്ക് ഡൺ റിവേഴ്സിബിൾ കംപ്രഷൻ. സൈൻ മാത്രം മാറും. ഫോർ ഐഡന്റിക്കൽ റിയാക്ഷൻ വർക്ക് ഡൺ റിവേഴ്സിബിൾ എക്സ്പാൻഷനും കംപ്രഷനും സെയിം ആയിരിക്കും. ഓക്കെ ആണോടാ? അപ്പൊ 3 കണ്ടീഷൻസ് ഒന്ന് കൺസോളിഡേറ്റ് ചെയ്തോളൂ. 3 കണ്ടീഷൻസ് കൺസോളിഡേറ്റ് ചെയ്തോളൂ. ഒന്ന്, വർക്ക് ഡൺ റിവേഴ്സിബിൾ എക്സ്പാൻഷൻ ഗ്രേറ്റർ ദാൻ വർക്ക് ഡൺ ഇറിവേഴ്സിബിൾ എക്സ്പാൻഷൻ, കേസ് 1. കേസ് 2, വർക്ക് ഡൺ ഇറിവേഴ്സിബിൾ കംപ്രഷൻ ഗ്രേറ്റർ ദാൻ work done reversible compression, case 2. And case 3, work done reversible expansion equal to work done reversible compression for identical systems. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയണം. ക്ലിയർ ആണ്? വെരി ഗുഡ്. ഇവിടെ തന്നെ ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ നോട്ട് ചെയ്ത് വെച്ചോളാം. ഫ്രീ എക്സ്പാൻഷൻ എന്താണ്? ഫ്രീ എക്സ്പാൻഷൻ അതും കൂടെ നോട്ട് ചെയ്ത് വെക്കാം. ഫ്രീ എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ എ ഗ്യാസ് എക്സ്പാൻഡിങ് എഗെയിൻസ്റ്റ് വാക്വം. ഒരു സിലിണ്ടറിൽ ഹൈ പ്രഷർ ഗ്യാസ് ഉണ്ട്. ആ സിലിണ്ടർ ഇപ്പം ഇരിക്കുന്നത് ഒരു ഇവാക്യുവേറ്റഡ് ചേംബറിനകത്താണ്. നിങ്ങൾ ആ
സിലിണ്ടർ തുറന്നു വിടുന്നു. ആ സിലിണ്ടർ അതിന്റെ നോസിൽ തുറക്കുന്നു. ദ ഗ്യാസ്, ഹൈ പ്രഷർ ഗ്യാസ് ഇൻസൈഡ് ദ സിലിണ്ടർ കമ്മിങ് ഔട്ട് ഇൻ ടു വാക്വം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. യു ഹാവ് എ ഇവാക്യുവേറ്റഡ് ചേംബർ. ഇതൊരു ഇവാക്യുവേറ്റഡ് ചേംബർ ആണ്. ഇതിനകത്ത് ഒരു സിലിണ്ടർ ഉണ്ട്, അതിനകത്തൊരു ഗ്യാസ് ഉണ്ട്, അതിന്റെ നോസിലുണ്ട്. യു ആർ ഓപ്പണിംഗ് ദ നോസിൽ ആൻഡ് ദ ഗ്യാസ് ഈസ് കമ്മിങ് ഔട്ട്. It is very much sure the gas will expand throughout the chamber, isn't it? ഇവിടെ നടക്കുന്ന എക്സ്പാൻഷൻ, the gas expanding against vacuum, ഇതിന് പറയുന്ന പേരാണ് ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറയും. ഫ്രീ എക്സ്പാൻഷൻ, എക്സ്പാൻഷൻ against a zero pressure. And you know, work done equal to P delta V, that is P external into change in volume. ഇവിടെ P external 0 ആണ്. ഹിയർ P external is 0. കാരണം ഇതൊരു വാക്വം ചേംബർ ആണ്. ഇതൊരു വാക്വം ചേംബർ ആണ്. ആ എക്സ്പാൻഡ് ചെയ്യുന്ന ഗ്യാസിന് ഒരു ഒപ്പോസിംഗ് പ്രഷർ ഇല്ല. There is no external pressure. So what happens is this is equal to 0. Therefore, work done free expansion. Work done free expansion equal to 0. Suppose a gas is expanding against vacuum. The work done by the gas will be 0. എന്തുകൊണ്ടാണ് 0 വരുന്നത്? അതിനൊരു opposing pressure ഇല്ല. And what is work done? Pressure into change in volume. ഇവിടെ change in volume ഉണ്ട്, പക്ഷേ external pressure ഇല്ല. കാരണം the gas is expanding against vacuum. ഇതിന് പറയുന്ന പേര് ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറയും. ആൻഡ് വർക്ക് ഡൺ ഡ്യൂറിംഗ് ഫ്രീ എക്സ്പാൻഷൻ ഈക്വൽ ടു 0. ഓക്കെ അനുട, നോട്ട് ചെയ്തോ? നോട്ട് ചെയ്തില്ലേ? യെസ്, ഗുഡ്. അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെ പറഞ്ഞു? ഐസോതെർമൽ പ്രോസസ്, അഡിയബാറ്റിക് പ്രോസസ്, ഐസോബാറിക് പ്രോസസ്, ഐസോകോറിക് പ്രോസസ്, റിവേഴ്സിബിൾ പ്രോസസ്, ഇറിവേഴ്സിബിൾ പ്രോസസ്, സൈക്ലിക് പ്രോസസ്, എല്ലാ തെർമോഡൈനമിക് പ്രോസസ്സുകളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. യെസ്. ആൻഡ് എ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക്, നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ഈസ് internal energy. Internal energy, also called intrinsic energy, designated by the letter U. പല പഴയ പുസ്തകങ്ങളിൽ പലപ്പോഴും നിങ്ങൾക്ക് E എന്ന് കാണാൻ സാധിക്കും. പുതിയ എല്ലാ ടെർമിനോളജിയിലും U എന്ന ടേം ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇന്റേണൽ എനർജി ഓർ intrinsic energy എന്ന് പറയും. Internal energy designated as U. And change in internal energy, change in internal energy, it is delta U. Change in internal energy, delta U. എന്താ ഡെൽറ്റ യു? ഡെൽറ്റ യു ഈക്വൽ ടു യു ഫൈനൽ മൈനസ് യു ഇനിഷ്യൽ, അല്ലെങ്കിൽ U2 മൈനസ് U1. അത് എല്ലായിടത്തും ഒരുപോലെ തന്നെ. ഡെൽറ്റ ടി എന്താണ്? T2 മൈനസ് T1. ഡെൽറ്റ വി എന്താണ്? V2 മൈനസ് V1. ഡെൽറ്റ യു എന്താണ്? U2 മൈനസ് U1. ഫൈനൽ മൈനസ് ഇനിഷ്യൽ. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. വാട്ട് ഈസ് ഇന്റേണൽ എനർജി? ലെറ്റ്സ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഇന്റേണൽ എനർജി. It is the total energy available with a system. ഒരു സിസ്റ്റത്തിലുള്ള ടോട്ടൽ എനർജി കണ്ടന്റിന് വിളിക്കുന്ന പേരാണ് ഇന്റേണൽ എനർജി. It is the sum of all forms of energy associated with
a system. It is the sum of all forms of energy associated with a system. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു മാറ്ററിനകത്ത് എന്തൊക്കെ എനർജി ഫോംസ് ഉണ്ടാവും? ഒരുപാട് തരത്തിലുള്ള എനർജി ഫോംസ്. നിങ്ങൾ ഏത് മാറ്റർ എടുത്താലും ശരി, അതിനകത്ത് എനർജി ഉണ്ട്, റൈറ്റ്? ആ എനർജിയുടെ ഒരു ഓവറോൾ ആണ് ഇന്റേണൽ എനർജി എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി കൈനറ്റിക് എനർജി ഡ്യൂ ടു മോളിക്കുലാർ മൂവ്മെന്റ്സ്. It may be potential energy due to chemical bonding and the intermolecular forces of attraction, atomic forces of attraction. It may be nuclear energy due to the presence of nucleus. It may be electronic energy due to the involvement of electrons. ഇങ്ങനെ എന്തൊക്കെ എനർജി ഫോംസ് ഒരു മാറ്ററിൽ ഇൻവോൾവ്ഡ് ആണോ അതിന്റെ എല്ലാം ആകെ തുകയാണ് ഇന്റേണൽ എനർജി. The so-called intrinsic energy, the sum of all forms of different energies associated with a matter content. It is called internal energy. The absolute measurement of internal energy is not possible. Absolute measure of internal energy is not possible. കാരണം ഒരു മാറ്ററിനകത്തുള്ള എനർജികളെ കുറിച്ച് അല്ലെങ്കിൽ എനർജിയും മാറ്ററും തമ്മിലുള്ള കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മാറ്ററിനകത്ത് എന്തൊക്കെ ഫോംസ് ഓഫ് എനർജിയാണുള്ളത്, അതിൻ്റെ ഒരു അബ്സല്യൂട്ട് മെഷർമെന്റ് സാധ്യമല്ല. മറിച്ച് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി നമുക്ക് കണ്ടുപിടിക്കാം. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി കണ്ടുപിടിക്കാം. ഒരു സിസ്റ്റം സ്റ്റേറ്റ് 1-ൽ നിന്ന് സ്റ്റേറ്റ് 2-ലേക്ക് മാറുമ്പോൾ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഇത് നമുക്ക് കണ്ടുപിടിക്കാം, ഇത് ഡിറ്റർമൈൻ ചെയ്യാം. അല്ലാണ്ട് U1 എത്ര എന്ന് ചോദിച്ചാൽ അറിയില്ല, U2 എത്ര എന്ന് ചോദിച്ചാൽ അറിയില്ല. ഒരു സ്റ്റേറ്റിലുള്ള ഒരു മാറ്ററിന്റെ അബ്സല്യൂട്ട് ഇന്റേണൽ എനർജി എത്രയാണെന്ന് ചോദിച്ചാൽ അറിയില്ല, കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന ഈ ഒബ്ജക്റ്റ്, ഈ മാർക്കർ മെയ്ഡ് അപ്പ് ഓഫ് സം പ്ലാസ്റ്റിക് മെറ്റീരിയൽ ഐ ബിലീവ്, ഇതിനകത്ത് എത്ര ഇന്റേണൽ എനർജി ഉണ്ടെന്ന് ചോദിച്ചാൽ അറിയില്ല. അതേസമയം ഇതിനെ വേറൊരു സ്റ്റേറ്റിലേക്ക് മാറ്റുകയാണെങ്കിൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതിനകത്ത് എത്ര എനർജി ഉണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് എക്സ്പെരിമെന്റിലൂടെ കണ്ടുപിടിക്കാം. പിന്നെ ഈ സാധനം തിരിച്ചു ചോദിക്കരുത്, ഇറ്റ് ഈസ് എ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ്. ഒന്നുമല്ല, ഇതിനെ കത്തിച്ച് കളയുക, ഇതിനെ കത്തിക്കുക. ഇത് കത്തുന്ന സമയത്ത് ഇതിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ള എനർജി പുറത്തു വരും. നിങ്ങളുടെ കയ്യിലുള്ള ഒരു കഷ്ണം കടലാസ് കഷ്ണം, അതിനകത്ത് എത്ര എനർജി ഉണ്ട്? അബ്സല്യൂട്ട് മെഷർ ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയില്ല. പക്ഷെ അതിനകത്തുള്ള എനർജിയുടെ ക്വാണ്ടിറ്റി കണ്ടെത്താൻ നിങ്ങൾക്കൊരു മാർഗമുണ്ട്. എന്താ? ആ പേപ്പറിനെ കത്തിക്കുക. അപ്പോ അതിനകത്തുള്ള എനർജി റിലീസ് ചെയ്യും. ആ റിലീസ് ചെയ്യുന്ന എനർജി എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പോ സ്റ്റേറ്റ് 1 നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു കഷ്ണം പേപ്പർ, സ്റ്റേറ്റ് 2 അത് കത്തിച്ചു, കുറച്ച് ചാരമായിട്ട് മാറി, കുറച്ച് ആഷ് ആയിട്ട് മാറി. ഈ പേപ്പറിനകത്ത് എത്ര ഇന്റേണൽ എനർജി ഉണ്ട്? അബ്സല്യൂട്ട് മെഷർമെന്റ് അറിയില്ല. ആഷിനകത്ത് എത്ര ഇന്റേണൽ എനർജി ഉണ്ട്? അബ്സല്യൂട്ട് മെഷർമെന്റ് അറിയില്ല. പക്ഷേ പേപ്പർ ആഷ് ആയിട്ട് മാറിയപ്പോൾ റിലീസ് ചെയ്ത എനർജി എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അത് ചെയ്യാം. അതിന് ഉപയോഗിക്കുന്ന തെർമോഡൈനമിക് എക്സ്പെരിമെന്റൽ സിസ്റ്റത്തിന് പറയുന്ന പേര് കലോറിമീറ്റർ എന്നാണ്. യൂസിങ് കലോറിമീറ്റർ വി ക്യാൻ ഫൈൻഡ് change in internal energy. Change in internal energy. Change in internal energy, that is delta U. U2 minus U1 can be calculated, can be determined using calorimeter. Using calorimeter.
കലോറിമീറ്റർ എന്ന് പറയുന്ന തെർമോഡൈനാമിക് എക്സ്പെരിമെന്റൽ സിസ്റ്റം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി കണ്ടുപിടിക്കാം. ഒരു വസ്തുവിൽ നിന്ന് ലിബറേറ്റ് ചെയ്യുന്ന എനർജി എത്ര, അത് കണ്ടുപിടിക്കാം. നിങ്ങളുടെ വീട്ടിൽ പുതിയ ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവന്നു. ആ ഗ്യാസ് സിലിണ്ടറിനകത്തുള്ള ഫ്യൂവൽ മുഴുവനായിട്ടും ബേൺ ചെയ്താൽ എത്ര എനർജിയാണ് റിലീസ് ചെയ്യുക, നമുക്ക് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഒരു കഷ്ണം വിറക് കത്തുന്നു, അതിൽ നിന്ന് റിലീസ് ചെയ്യുന്ന എനർജി എത്രയാണ്, അത് കണ്ടുപിടിക്കാം. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ മാറ്റർ, ഇതിനെ ഞാൻ കത്തിക്കുന്നു. എവിടെ? കലോറിമീറ്ററിനകത്ത് വെച്ച് എക്സ്പെരിമെന്റൽ കണ്ടീഷനിൽ ബേൺ ചെയ്താൽ അതിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഹീറ്റ് എത്ര എനിക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ദാറ്റ് വി ക്യാൻ ഡിറ്റർമൈൻ യൂസിങ് കലോറിമീറ്റർ. അപ്പോൾ ശ്രദ്ധിക്കുക, എന്താണ് ഇന്റേണൽ എനർജി? ഇന്റേണൽ എനർജി എന്ന് വെച്ചാൽ സം ഓഫ് all forms of energy associated with a system. It may be kinetic energy due to the movement of molecules or electrons or ions, atoms, whatever it is. Potential energy due to bonding, nuclear energy, electronic energy, etc., etc., etc. എന്തൊക്കെ ഫോംസ് ഓഫ് എനർജി ഒരു മാറ്ററിനകത്തുണ്ടോ അതെല്ലാം ആഡ് ചെയ്ത് കിട്ടുന്നതാണ് ഇന്റേണൽ എനർജി. പക്ഷെ അത് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കില്ല. പിന്നെയോ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന എക്സ്പെരിമെന്റൽ സിസ്റ്റമാണ് കലോറിമീറ്റർ എന്ന് പറയുന്നത്. കലോറിമീറ്റർ രണ്ട് ടൈപ്പിലുണ്ട് കേട്ടോ. There are two types of calorimeter. One is open calorimeter. One is open calorimeter. Second one is closed calorimeter. Open calorimeter and closed calorimeter. One very famous closed calorimeter having a name bomb calorimeter എന്ന് പറയും. Bomb calorimeter. That's a very famous closed calorimeter. Bomb calorimeter. Using bomb calorimeter, we can determine change in internal energy. I'll show you the diagram, which is a bomb calorimeter, using which you can find change in internal energy associated with a system. ടെക്സ്റ്റ്ബുക്കിലുണ്ട് ഓപ്പൺ കലോറിമീറ്ററും ക്ലോസ്ഡ് കലോറിമീറ്ററും. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ആണ്. നന്നായിട്ട് വായിക്കണം. ദിസ് ഈസ് ദ ഡയഗ്രാം ഫോർ എ ബോംബ് കലോറിമീറ്റർ. ദിസ് ഈസ് എ ഡയഗ്രാം ഫോർ ബോംബ് കലോറിമീറ്റർ. വരയ്ക്കണം എന്നില്ല, മനസ്സിലാക്കിയാലും മതി. വരയ്ക്കണം എന്നില്ല, മനസ്സിലാക്കിയാൽ മതി. അല്ലെങ്കിൽ അതിന്റെ എസെൻഷ്യൽ പാർട്ടുകളെ കുറിച്ച് കൃത്യമായ ഒരു പിക്ചർ ഉണ്ടായാൽ മതി. It's an example for closed calorimeter. Bomb calorimeter is an example for closed calorimeter. ഇതാണ് ബോംബ്. ബോംബ് എന്ന് വെച്ചാൽ ഈ ചേംബറിനെയാണ് ബോംബ് എന്ന് വിളിക്കുന്നത്. ആ ചേംബറിനെയാണ് ബോംബ് എന്ന് വിളിക്കുന്നത്. എൻ്റയർ ചേംബർ ഉള്ളത് വാട്ടറിലാണ് കേട്ടോ. Here we have water sample. And internal energy കണ്ടുപിടിക്കേണ്ട സാമ്പിൾ ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഫയറിംഗ് ലീഡ്, അതിനെ കത്തിക്കാനുള്ള ഫയറിംഗ് ലീഡാണ്, അതിനെ കത്തിക്കാൻ. There is oxygen inlet. ഇവിടെ ഒരു സ്റ്റിറർ ഉണ്ട്. എന്തിനാ? വെള്ളത്തിനെ സ്റ്റിർ ചെയ്തുകൊണ്ടേയിരിക്കുക. എന്തിനാ വാട്ടറിനെ സ്റ്റിർ ചെയ്യുന്നത്? അത് യൂണിഫോം ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരുന്നാലേ ഹീറ്റ് അബ്സോർപ്ഷൻ ശരിക്കും നടക്കുള്ളൂ, അതിനു വേണ്ടി. ആൻഡ് ഹിയർ വി ഹാവ് തെർമോമീറ്റർ. തെർമോമീറ്ററിൽ പരീക്ഷണം നടക്കുന്നതിന് മുൻപ് ടെമ്പറേച്ചർ T1 നോട്ട് ചെയ്യും. പരീക്ഷണം കഴിയുമ്പോൾ ടെമ്പറേച്ചർ T2 നോട്ട് ചെയ്യും. വി ഗെറ്റ് ഡെൽറ്റ T.
പരീക്ഷണം തുടങ്ങുന്നതിന് മുൻപ് ആ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ നോട്ട് ചെയ്യാം. പരീക്ഷണം കഴിയുമ്പോൾ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ നോട്ട് ചെയ്യാം. അപ്പോൾ പരീക്ഷണം തുടങ്ങുമ്പോൾ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസ്, പരീക്ഷണം കഴിയുമ്പോൾ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ 60 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ T1 T2 വി ഗെറ്റ് ഡെൽറ്റ ടി. ഈ വെള്ളം ചൂടായിട്ടുണ്ടാവും. എങ്ങനെ? നമ്മൾ ഈ മാറ്ററിനെ കത്തിച്ചു കളയണം. ഈ മാറ്ററിനെ ഇതിനകത്ത് വെച്ച് കത്തിച്ചു കളയണം. അതുകൊണ്ടാണ് ഇതിനെ ബോംബ് എന്ന് വിളിച്ചത്. ആൻഡ് വി ഹാവ് ഓക്സിജൻ അണ്ടർ ഹൈ പ്രഷർ വിച്ച് വിൽ ഹെൽപ്പ് ടു ബേൺ ദിസ് സാമ്പിൾ ഓഫ് മാറ്റർ. അത് ബേൺ ചെയ്യുമ്പോൾ എന്താവും? ഹീറ്റ് റിലീസ് ചെയ്യും. ആ ഹീറ്റ് എങ്ങോട്ട് പോകും? അത് എൻറ്റയർ സിസ്റ്റം വെള്ളത്തിലാണ് ഇമേഴ്സ് ചെയ്തിരിക്കുന്നത്. ആ വെള്ളം ചൂടാവും. അപ്പോ പരീക്ഷണം തുടങ്ങുന്നതിന് മുൻപ് വെള്ളത്തിന്റെ ടെമ്പറേച്ചർ T1, പരീക്ഷണം കഴിയുമ്പോൾ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ T2. ഈ രണ്ട് ടെമ്പറേച്ചർ നോട്ട് ചെയ്താൽ മതി. നമുക്ക് ആ മാറ്ററിൽ നിന്ന് റിലീസ് ചെയ്ത ഹീറ്റ് എത്രയെന്ന് കണ്ടുപിടിക്കാം. റൈറ്റ്. ഇനി ഈ എക്സ്പെരിമെന്റ് ഒക്കെ നിങ്ങൾ മാറ്റി നിർത്തുക. നിങ്ങൾ വീട്ടിലാണ്, വീട്ടില് അടുപ്പ്, എന്താ പറയുക, വിറക് അടുപ്പുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ ഒരു കഷ്ണം വിറക് കത്തിക്കുന്നു, വെള്ളം ചൂടാക്കുന്നു. റൈറ്റ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ കത്തിക്കുന്ന വിറകിലെ ഹീറ്റ് പൂർണ്ണമായും ആ വാട്ടർ സാമ്പിളിലേക്ക് പോയാൽ ആ വെള്ളത്തിന്റെ റൈസ് ഇൻ ടെമ്പറേച്ചറിന് കാരണം ഇതിൽ നിന്ന് കിട്ടിയ ഹീറ്റാണെന്ന് മനസ്സിലാക്കാം. ഇവിടെ ഇത് നമ്മൾ കത്തിച്ചു, അതിലെ ഹീറ്റ് പൂർണ്ണമായിട്ടും വാട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഈ വാട്ടർ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആ വെള്ളം ചൂട് പിടിക്കും. ആ വാട്ടറിന്റെ ടെമ്പറേച്ചർ ചേഞ്ച് ഈ സാമ്പിൾ ഓഫ് മാറ്റർ കത്തുന്നതിലൂടെയാണ്. റൈറ്റ്. അപ്പൊ ഈ കത്തിയ മാറ്ററിലെ എനർജിയാണ് വെള്ളത്തിന്റെ ടെമ്പറേച്ചർ കൂടാൻ കാരണം. അതാണ് നമ്മുടെ റിലേഷൻഷിപ്പ്. എന്താ റിലേഷൻഷിപ്പ്? ഹീറ്റ് റിലീസ്ഡ് ഫ്രം ദ സാമ്പിൾ Q is equal to mc delta T. That is the relationship. Heat transfer equation ആണ്. Heat transfer equation ആണ്. Q equal to mc delta T. Q എന്താണ്? ഹീറ്റ് റിലീസ്ഡ് ഫ്രം ദ സാമ്പിൾ ഓഫ് മാറ്റർ. M എന്താണ്? മാസ് ഓഫ് വാട്ടർ. C എന്താണ്? സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ. What is the specific heat of water? And what is delta T? Change in temperature. Change in temperature. ഈ സ്പെസിഫിക് ഹീറ്റ് എന്താണെന്ന് അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ എഴുതി വെക്കാം. What is meant by specific heat? സ്പെസിഫിക് ഹീറ്റ് എന്ന് വെച്ചാൽ എന്താണ്? സ്പെസിഫിക് ഹീറ്റ് അറിയാത്തവരുണ്ടെങ്കിൽ എഴുതി വെക്കാം. ഇറ്റ് ഈസ് എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 gram ഓഫ് എ സബ്സ്റ്റൻസ്. SI സിസ്റ്റത്തിലാണെങ്കിൽ 1 കിലോഗ്രാം എന്ന് പറയും. CGS-ലാണെങ്കിൽ 1 ഗ്രാം എന്ന് പറയും. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂണിറ്റ് മാസ് എന്ന് പറയും. 1 ഗ്രാം എന്ന് പറയാം. CGS സിസ്റ്റം ആണെങ്കിൽ, SI സിസ്റ്റം ആണെങ്കിൽ 1 കിലോഗ്രാം എന്ന് പറയാം. ഇത് രണ്ടും പറയണമെന്നില്ല. യൂണിറ്റ് മാസ് എന്ന് വിളിച്ചാലും കുഴപ്പമില്ല. സ്പെസിഫിക് ഹീറ്റ് എന്ന് വെച്ചാൽ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 gram ഓഫ് എ സബ്സ്റ്റൻസ് by 1 degree Celsius. 1 gram യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി റേസ് ചെയ്യാൻ ആവശ്യമുള്ള ഹീറ്റിനെ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയും. I repeat, specific heat means amount of heat required to raise the temperature of 1 gram of a substance by 1 degree. 1 ഡിഗ്രി ടെമ്പറേച്ചർ റേസ് ചെയ്യാൻ എത്ര ഹീറ്റ് വേണമോ അതിനെ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയും. ഓക്കെ. അപ്പോ 1 ഡിഗ്രി റേസ് ചെയ്യാൻ 1 ഗ്രാം മാസ്, 1 ഡിഗ്രി റേസ് ചെയ്യാൻ C.
അപ്പോൾ ഡെൽറ്റ ടി റേസ് ചെയ്യാൻ സി ഇൻറ്റു ഡെൽറ്റ ടി, അത് 1 ഗ്രാമിനാണ്. അപ്പൊ എം ഗ്രാമിന് എം സി ഡെൽറ്റ ടി. ക്ലിക്കായോ എന്നറിയില്ല, ഞാൻ വീണ്ടും പറയാം. 1 ഗ്രാം സാമ്പിള് 1 ഡിഗ്രി ടെമ്പറേച്ചർ റേസ് ചെയ്യാൻ സി. അപ്പൊ ഡെൽറ്റ ടി റേസ് ചെയ്യാൻ സി ഇൻറ്റു ഡെൽറ്റ ടി, അത് 1 ഗ്രാമിനാണ്. അപ്പോ എം ഗ്രാമിന് എം സി ഡെൽറ്റ ടി. ആ ഇക്വേഷൻ ക്ലിക്കായോ? ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ ഇക്വേഷൻ. Q is equal to mc delta T. And I repeat, what is meant by specific heat? This is specific heat. ഇത് specific heat ആണ്. എന്താണ് specific heat എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്? Amount of heat required to raise the temperature of a substance, to raise the temperature of 1 mass of a substance, 1 gram of a substance, 1 kilogram of a substance. അത് യൂണിറ്റിനനുസരിച്ച്. യൂണിറ്റ് മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ബൈ 1 ഡിഗ്രി സെൽഷ്യസ്. അപ്പോ 1 മാസ് 1 ഡിഗ്രി കൂടാൻ സി, എം മാസ് ഡെൽറ്റ ടി കൂടാൻ എം സി ഡെൽറ്റ ടി. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. കലോറിമീറ്ററിന്റെ അപ്ലിക്കേഷൻ എങ്ങനെയാണ് എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കലോറിമീറ്റർ 2 തരത്തിലുണ്ട്, ഓപ്പൺ കലോറിമീറ്ററും ക്ലോസ്ഡ് കലോറിമീറ്ററും. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് ക്ലോസ്ഡ് കലോറിമീറ്ററിന് എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു ബോംബ് കലോറിമീറ്റർ ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫൈൻ, ഗുഡ്. Yes. Now coming back to again, അപ്പോ ഒരു സിസ്റ്റം 1ൽ നിന്ന് 2ലേക്ക് ചേഞ്ച് ചെയ്യുന്നു. ഇവിടെ U1, ഇവിടെ U2. നമുക്ക് U1ഉം U2ഉം കണ്ടുപിടിക്കാൻ സാധിക്കില്ല. നമുക്ക് U1ഉം U2ഉം കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ബട്ട് വി ക്യാൻ ഡിറ്റർമൈൻ ഡെൽറ്റ യു. ഡെൽറ്റ യു ഈക്വൽ ടു U2 മൈനസ് U1. ഇത് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാം യൂസിങ് കലോറിമീറ്റർ. ഇപ്പൊ നമ്മൾ ഒരു ലോ പഠിക്കാൻ പോവുകയാണ്. തെർമോഡൈനമിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനമിക്സ് എന്ന് പറയുന്ന ഒരു ലോ പഠിക്കാൻ പോകുന്നു. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനമിക്സ്. First law of thermodynamics. First law of thermodynamics. പഠിക്കാനും പറയാനും ഒന്നുമില്ല. എല്ലാവർക്കും നല്ല പരിചയമുള്ള, ചെറിയ ക്ലാസ്സുകൾ മുതലേ കേട്ട് നല്ല പരിചയമുള്ള ആ സംഗതി തന്നെയാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനമിക്സ്. നത്തിങ് സ്പെഷ്യൽ. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. It is nothing but law of conservation of energy. Law of conservation of energy. ഇത് അറിയാത്ത ആരും ഉണ്ടാവില്ല, എല്ലാവർക്കും പരിചയമുള്ളതാണ്. Law of conservation of energy. Energy can neither be created nor be destroyed, but can be transformed from one form to another. ഇത് തന്നെയാണ് first law of thermodynamics. Nothing else. Law of conservation of energy called first law of thermodynamics. Energy can, അറിയാത്തവർ ആരെങ്കിലും ഉണ്ടോ? സാധ്യതയില്ല. Energy can neither be created nor be destroyed, but can be transformed from one form to another. എല്ലാവർക്കും അറിയുന്നതല്ലേ ഈ ലോ?
ഈ ലോ എല്ലാവർക്കും അറിയുന്നതല്ലേ, പഠിച്ചിട്ടുള്ളതല്ലേ. ഇതിനെ ഈ ചാപ്റ്ററിൽ ഈ കണ്ടന്റിൽ നമ്മളൊരു പേരിട്ട് വിളിക്കുന്നു, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനമിക്സ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനമിക്സ്. ഇറ്റ് ഈസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഞാൻ സ്റ്റേറ്റ്മെന്റ് ഒന്നും എഴുതുന്നില്ല കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം, എഴുതേണ്ട കാര്യമില്ല, കാരണം എല്ലാവർക്കും നല്ല മനഃപ്പാഠമാണത്. എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ബട്ട് ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഫ്രം വൺ ഫോം ടു അനദർ. എനർജി പുതിയതായിട്ട് ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല, ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ മാത്രമേ കഴിയുകയുള്ളൂ. അത് തന്നെയാണ് നമ്മളിവിടെ ഇപ്പോൾ അപ്ലൈ ചെയ്തതും അത് തന്നെയാണ്. ഇയാളുടെ കയ്യിലുള്ള എനർജി നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് അതിനെ ടെമ്പറേച്ചറിന്റെ ഫോമിൽ മെഷർ ചെയ്ത് അത് എത്രയാണെന്ന് കണ്ടുപിടിച്ചു, അത്രേ ഉള്ളൂ. ഇവിടെ നമ്മൾ എടുത്ത സാമ്പിൾ ഓഫ് മാറ്റർ, അയാളുടെ കയ്യിലുള്ള എനർജി, അതിനെ കത്തിച്ച് അതിനെ നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത്, അപ്പൊ വെള്ളം ചൂടായി, ആ ടെമ്പറേച്ചർ ഡിഫറൻസ് ഇവിടെ നോട്ട് ചെയ്തു, അങ്ങനെ നമ്മൾ ഇത് കണ്ടുപിടിച്ചു. അതാണ് ഇപ്പൊ ചെയ്തത്. ഇറ്റ് വാസ് ആപ്ലിക്കേഷൻ ഓഫ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനമിക്സ്. ഇറ്റ് വാസ് ആപ്ലിക്കേഷൻ ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഇൻ ഫാക്ട്. നൗ അത് നമുക്ക് ഇവിടെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. U1 U2 ആയിട്ട് മാറുന്നു. U1 U2 ആയിട്ട് മാറുന്നു. U1 എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. U2 എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. ദേ ആർ പാത്ത് ഇൻഡിപെൻഡന്റ് ഫംഗ്ഷൻസ്. ഇന്നലെ പറഞ്ഞു സ്റ്റേറ്റ് വേരിയബിൾസ് അഥവാ പാത്ത് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്. ഇന്നലെ പറഞ്ഞു പ്രഷർ, വോള്യൂം, ടെമ്പറേച്ചർ. ഞാൻ ഇന്നലെ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിരുന്നു ഇന്റേണൽ എനർജി. ഇനി പഠിക്കാൻ പോകുന്ന ഇന്റേണൽ എനർജി, എൻതാൽപ്പി, എൻട്രോപ്പി, ജിപ്സ് എനർജി, ഇതെല്ലാം സ്റ്റേറ്റ് വേരിയബിൾ ആണെന്ന് പറഞ്ഞിരുന്നു. ഇത് സ്റ്റേറ്റ് വേരിയബിൾ ആണ്. U1 U2 ഡെൽറ്റ U സ്റ്റേറ്റ് വേരിയബിൾ ആണ്. ദെൻ വാട്ട് ഈസ് പാത്ത് വേരിയബിൾ? പാത്ത് ഡിപ്പെൻഡന്റ് ഫംഗ്ഷൻസ് ഏതൊക്കെയാണ്? ഇന്നലെ പറഞ്ഞു ഹീറ്റ് ആൻഡ് വർക്ക് ഡൺ. ഹീറ്റ് ആൻഡ് വർക്ക് ഡൺ 4 സാധ്യതകളാണ്. ഒന്ന് ഹീറ്റ് ഗിവൺ ടു ദ സിസ്റ്റം, 2 ഹീറ്റ് ലിബറേറ്റഡ് ബൈ ദ സിസ്റ്റം. ഒന്ന് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം, 2 വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. അപ്പോ പാത്ത് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള 2 ഫങ്ഷൻസ് ഉണ്ട്, 4 സാധ്യതകളുണ്ട്. ഹീറ്റ് ട്രാൻസ്ഫേർഡും വർക്ക് ഡണ്ണും 4 പോസിബിലിറ്റീസ് ആണ്. ഒന്ന് സിസ്റ്റത്തിലേക്ക് ഹീറ്റ് കൊടുക്കുക, സപ്ലൈയിങ് ഹീറ്റ് ടു ദ സിസ്റ്റം. 2 ഹീറ്റിൽ സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് റിലീസ് ചെയ്യുക. 3 വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം, ഗ്യാസ് കംപ്രസ് ചെയ്യുക, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം. 4 ഗ്യാസ് എക്സ്പാൻഡിങ്, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. ഈ 4 സാധ്യതകളാണ്. എനി വൺ ഓഫ് ദീസ് പോസിബിലിറ്റീസ് ഓർ മോർ, ഒന്നോ ഒന്നിലധികമോ ആയ ഈ കാര്യങ്ങൾ ഏതൊക്കെയാണ്? 1, 2, 3, 4. മിനിമം 1 സംഭവിച്ചാൽ മതി, സ്റ്റേറ്റ് 1ൽ നിന്ന് 2ലേക്ക് മാറും. ഓർ ദാറ്റ് ഈസ് കോസിംഗ് ദ ചേഞ്ച് ഓഫ് ദ സ്റ്റേറ്റ്. ഒരു സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് മാറാൻ കാരണമാകുന്നത് ഹീറ്റ് ട്രാൻസ്ഫേർഡും വർക്ക് ഡണ്ണുമാണ്. ഇന്നലെ പറഞ്ഞു അതിൽ 4 സാധ്യതകളാണ്. സിസ്റ്റത്തിലേക്ക് ഹീറ്റ് കൊടുക്കുക, 1 സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് റിലീസ് ചെയ്യുക, 2 വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം കംപ്രസിംഗ് എ ഗ്യാസ്, 3 വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം എക്സ്പാൻഷൻ ഓഫ് എ ഗ്യാസ്, 4. ഈ 4 സാധ്യതകളാണ്. റൈറ്റ്. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനമിക്സ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നു. മാത്തമാറ്റിക്കലി നല്ലോണം ചിന്തിക്കുക കേട്ടോ. ഐ എം ഗോയിങ് ടു അപ്ലൈ മാത്തമാറ്റിക്കലി ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനമിക്സ്. U2 ഈക്വൽ ടു U1 പ്ലസ് Q പ്ലസ് W. ഇത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനമിക്സിന്റെ മാത്തമാറ്റിക്കൽ അപ്ലിക്കേഷൻ ആണ്. ഇപ്പൊ ഞാൻ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് സാറേ? വെരി സിമ്പിൾ. ഫൈനൽ എനർജി ഈക്വൽ ടു ഇനീഷ്യൽ എനർജി പ്ലസ് കോസ് ഓഫ് ചേഞ്ച്. ഫൈനൽ എനർജി ഈക്വൽ ടു ഇനീഷ്യൽ എനർജി പ്ലസ് കോസ് ഓഫ് ചേഞ്ച്. ആരാണ് കോസ് ഓഫ് ചേഞ്ച്? ഹീറ്റ് ട്രാൻസ്ഫേർഡ് ആൻഡ് വർക്ക് ഡൺ. അപ്പോ ഫൈനൽ എനർജി ഓഫ് ദ സിസ്റ്റം
equal to initial energy of the system plus heat transferred plus work done. ശരിയല്ലേ? കാരണം എന്താ? എനർജി ക്യാൻ neither be created nor be destroyed. അപ്പൊ അവസാനത്തെ കണ്ടീഷൻ എന്തായിരിക്കണം? ആദ്യത്തെ കണ്ടീഷൻ പ്ലസ് ആ ഇടയിൽ സംഭവിച്ചത്. സോ ഇനി u1 നെ ലെഫ്റ്റിലേക്ക് എടുക്കാം. യു ഗെറ്റ് u2 മൈനസ് u1 equal to q plus w. That is delta u equal to q plus w. This is the mathematical form of first law of thermodynamics. This is the mathematical format of first law of thermodynamics. First law of thermodynamics ന്റെ mathematical form ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. Change in internal energy equal to heat transferred plus work done. ഈ ഹീറ്റ് ട്രാൻസ്ഫേർഡ് എന്താവാം? രണ്ടെണ്ണം ആവാം. ഹീറ്റ് ട്രാൻസ്ഫേർഡ് എന്താവാം? രണ്ടെണ്ണം ആവാം. പ്ലസ് ആവാം, മൈനസ് ആവാം. സിസ്റ്റത്തിലേക്ക് ഹീറ്റ് കൊടുക്കുന്നതാവാം, സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് റിലീസ് ചെയ്യുന്നതാവാം. അതുപോലെ വർക്ക് ഡൺ എന്താവാം? രണ്ടെണ്ണം ആവാം. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആവാം, സോറി വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആവാം, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആവാം. ദിസ് ഈസ് വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം. This is work done on the system. That is compression. And this is work done by the system, and that will be expansion. ഇത് മനസ്സിലായോ മക്കളെ? ക്ലിയർ ആയോ? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് ഒന്ന് പഠിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് സംശയങ്ങളൊക്കെ വരും, പലതരത്തിലുള്ള സംശയങ്ങളൊക്കെ വരും. അതൊന്ന് കുറിച്ചു വെക്കുക, ചോദിക്കുക, പറയാം കേട്ടോ. And now ഇത് എഴുതിയെന്ന് വിചാരിക്കുന്നു, എല്ലാവരും ഇത് നോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. Hope you have noted. Now you can think delta U equal to Q plus W and delta U equal to Q plus P delta V and delta U equal to QV. This is the definition for change in internal energy. Delta U is equal to Q plus W. W എന്ന് വെച്ചാൽ എന്താണ്? വർക്ക് ഡൺ ആണ്. വർക്ക് ഡണ്ണിന്റെ ഫോർമുല എന്താണ്? P delta V. Now assume the reaction is happening in a closed system. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതൊരു ക്ലോസ്ഡ് സിസ്റ്റം ആണ്. ഇതൊരു ക്ലോസ്ഡ് സിസ്റ്റം ആണ്. ഇതൊരു കണ്ടോ ബോംബ് എന്ന് വെച്ചാൽ ക്ലോസ്ഡ് ചേംബർ ആണ്. The volume remain fixed. ഈ സിസ്റ്റത്തിന്റെ വോള്യൂം റിമെയിൻ ഫിക്സഡ് ആണ്. പലപ്പോഴും ഇന്റേണൽ എനർജിയുമായി ബന്ധപ്പെട്ട എക്സ്പെരിമെന്റ്സ് കോൺസ്റ്റന്റ് വോള്യൂം സിസ്റ്റത്തിലായിരിക്കും. അപ്പൊ എന്ത് വരും നോക്ക്, കോൺസ്റ്റന്റ് വോള്യൂം സിസ്റ്റം വന്നാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു ആൻഡ് ഡബ്ല്യു വി നോ ഇറ്റ് ഈസ് പി ഡെൽറ്റ വി. അറ്റ് കോൺസ്റ്റന്റ് വോള്യൂം വാട്ട് ഹാപ്പൻസ്? ഒരു ക്ലോസ്ഡ് ചേംബർ ആണ്. ഒരു ക്ലോസ്ഡ് ചേംബർ എന്ന് പറയുമ്പോൾ ഡെൽറ്റ വി ഈക്വൽ ടു 0. വോള്യൂം ചേഞ്ച് ഇല്ല, വോള്യൂം ചേഞ്ച് ഇല്ല. ദാറ്റ് മീൻസ് ദിസ് ഈസ് ഈക്വൽ ടു 0. അപ്പൊ എന്ത് കിട്ടും? ഇങ്ങനെ കിട്ടും. ഇത് 0 ആണെങ്കിൽ ഇത് 0 ആയി. സോ യു ഗെറ്റ് ക്യൂ. എന്താണ് ഈ സഫിക്സ് വി എന്ന് എഴുതിയിരിക്കുന്നത്? ക്യൂ സഫിക്സ് വി. എന്താ സഫിക്സ് വി? അറ്റ് കോൺസ്റ്റന്റ് വോള്യൂം.
at a constant volume. എപ്പോഴും തെർമോഡൈനാമിക്കിലെ പ്രോപ്പർട്ടീസ് എഴുതുമ്പോൾ സഫിക്സിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക. സപ്പോസ് യു ഹാവ് എ തെർമോഡൈനാമിക് പ്രോപ്പർട്ടി എക്സ്, അതിന്റെ താഴെ ടി പി എന്ന് കൊടുത്താൽ മനസ്സിലാക്കുക ദിസ് ഈസ് മെഷേർഡ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് കോൺസ്റ്റന്റ് പ്രഷർ. സപ്പോസ് യു ഹാവ് എ പ്രോപ്പർട്ടി എ റിട്ടൺ പി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക ദിസ് ഈസ് മെഷേർഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. സപ്പോസ് ഇറ്റ് ഈസ് റിട്ടൺ ക്യു വി, മനസ്സിലാക്കുക ദിസ് ഈസ് മെഷേർഡ് അറ്റ് constant volume. So delta U is equal to QV. That is a definition for change in internal energy. In the definition, change in internal energy defined as delta U, that is change in internal energy, is defined as the heat transferred during a thermodynamic process carried at a constant volume. ഇവിടെ നോക്ക്, change in internal energy defined as heat transferred during a thermodynamic process carried out at a constant volume, or it is simply called heat at constant volume. Heat at constant volume. That is the definition of change in internal energy. That is the definition of change in internal energy. ഈ പറഞ്ഞത് ക്ലിയർ ആണോ? യെസ്. അപ്പൊ സാർ എല്ലാ പ്രോസസ്സുകളും കോൺസ്റ്റന്റ് വോള്യൂമിലാണോ നമ്മൾ ചെയ്യുക? അല്ല, മിക്കവാറും എല്ലാ പ്രോസസ്സുകളും ചെയ്യുന്നത് കോൺസ്റ്റന്റ് പ്രഷറിലായിരിക്കും, ഓപ്പൺ സിസ്റ്റത്തിലായിരിക്കും. അപ്പൊ അവിടെ എന്ത് ചെയ്യും? അവിടെ നമ്മൾ വേറെ ടേം ആണ് യൂസ് ചെയ്യുന്നത്. കോൺസ്റ്റന്റ് വോള്യൂം പ്രോസസ്സിൽ ഇന്റേണൽ എനർജി എന്ന ടേം യൂസ് ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വേറൊരു ടേം ആണ് നമ്മൾ യൂസ് ചെയ്യുക. അതിനെക്കുറിച്ചാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് എല്ലാവർക്കും കേട്ട് നല്ല പരിചയമുള്ള ടേം ആണ്. ആൻഡ് ദാറ്റ് ടേം ഈസ് എൻതാൽപ്പി. ഇതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്, ഡെസിഗ്നേറ്റഡ് ബൈ എച്ച്. എൻതാൽപ്പി ഡെസിഗ്നേറ്റഡ് ബൈ എച്ച്. മിക്കവാറും പ്രോസസ്സുകൾ കോൺസ്റ്റന്റ് പ്രഷറിൽ ഓപ്പൺ കണ്ടീഷനിലായിരിക്കും ചെയ്യുക. അവിടെ നമുക്ക് ഇന്റേണൽ എനർജി എന്ന ടേം അല്ല കൺവീനിയന്റ്. അവിടെ കൺവീനിയന്റ് ആയിട്ടുള്ള വേറൊരു ടേം ആണ്. ആ ടേമിന്റെ പേര് എൻതാൽപ്പി എന്നാണ്. അതാണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്. നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയത് ഇന്റേണൽ എനർജിയുടെ അവിടെയാണ്. സോഫാർ ഡിസ്കസ് ചെയ്തത്, പ്രത്യേകിച്ചും ഇന്നത്തെ ചർച്ച ഇന്റേണൽ എനർജിയെ കുറിച്ചും ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ കുറിച്ചും, അതിലുപരി most of the discussion today happened is on reversible irreversible process, which is very very important. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഓപ്പൺ കണ്ടീഷനിൽ കോൺസ്റ്റന്റ് പ്രഷർ കണ്ടീഷനിൽ എക്സ്പെരിമെന്റുകൾ എങ്ങനെയാണ്, അവിടെ വരുന്ന എൻതാൽപ്പി എന്ന ടേം ഒരുപാട് കേട്ട് പരിചയമുള്ളതാണ്. അയണൈസേഷൻ എൻതാൽപ്പി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഒക്കെ കേട്ട് പരിചയമുള്ളതാണ്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഓക്കെ, എടുത്തത് വരെ നന്നായിട്ട് പഠിക്കുക. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. Till then, bye. See you. Take care. Good night. Bye.